നമസ്കാരം. എല്ലാവരെയും വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും കൂടെ അതിന് തുനിയുന്നില്ല. ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം വിനോദേട്ടനോടാണ്. വിനോദേട്ട, ചോദ്യം ഇതാണ്. പിന്നെ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ സുഹൃത്ത് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിനോദേട്ടൻ കുറേ കഥകൾ വിനോദേട്ടന് അറിയാം, വിനോദേട്ടൻ കുറേ കഥകൾ പറയും. ഇപ്പോൾ നമ്മൾ വിനോയ് തോമസ് ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ വിനോയ് തോമസ് എപ്പോഴും മറുകഥകൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അതുപോലെ വിനോദേട്ടന് കുറേ കഥകൾ അറിയാമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം മൂപ്പരോട് സംസാരിക്കുന്നിടയിൽ മൂപ്പർ പറഞ്ഞൊരു കാര്യം ഇതാണ്. ഈ വർഷങ്ങൾക്ക് മുൻപ് 99mm ബാരറ്റോ എന്ന് പറയുന്ന മൂപ്പരുടെ നോവല്, ആ നോവലിലെ തോക്കിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിനോദേട്ടൻ ആ സുഹൃത്തിനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ നോവലിലേക്ക് എന്താ പറയുക, എഴുതാനായി വിനോദിൻ്റെ ഒരുക്കങ്ങൾ, ഒരു യാത്ര ഉണ്ടാവുമല്ലോ. അപ്പം അന്ന് നിങ്ങൾ പറഞ്ഞെന്ന് പറയുന്നതിനകത്ത് പറയുന്നുണ്ട് ഡൽഹിയിൽ പോയിട്ട് ആ തോക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലേക്കുള്ളൊരു ഒരുക്കം ഉണ്ടാവില്ല, ഒരു നോവലിലേക്ക് പോകുന്ന ഒരു യാത്ര, ഇതിൻ്റെ തെരഞ്ഞെടുപ്പിലേക്കുള്ള, അതെങ്ങനെയാണെന്ന് കേൾക്കാനൊരു കൗതുകമുണ്ട്. അതാണ് ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. ഓരോ എഴുത്തുകാരനും അവരുടെ ഒരു കലാവിഷ്കാരത്തിന് അതിൻ്റേതായ രീതികളുണ്ടാവും. ചിലപ്പോൾ ഒരു കഥ എഴുതിയതുപോലെ ആയിരിക്കില്ല മറ്റൊരു കഥ എഴുതുന്ന വഴി. ഇപ്പം 9mm ബാരറ്റയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തോക്ക് തേടിയുള്ളൊരു യാത്ര ചെന്ന് അവസാനിച്ചത്, ഇപ്പം നമുക്കറിയാം 9mm ബാരറ്റ എന്ന് പറയുന്നത് ഗാന്ധിയെ വെടിവെച്ച് കൊന്നൊരു തോക്കാണല്ലോ. അപ്പോൾ അതിനൊരു എത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ളൊരു തോക്ക് ഒരു തൊണ്ടി മുതലായിട്ട് ഗാന്ധി നാഷണൽ മ്യൂസിയത്തിൽ രക്തസാക്ഷി ഗാലറിയിൽ ഉണ്ട് എന്നുള്ളൊരു അറിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഇപ്പോൾ അവിടെ ആ തോക്കില്ല. ആ തോക്ക് 1997 അന്നത്തെ ഭരണകൂടം ഇടപെട്ടിട്ട് അതൊരു ലോക്കറിൽ, ഇരുട്ടറയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ അതൊരു സത്യം സംസാരിക്കുന്ന ഒരു തോക്കാണ്. അപ്പോൾ ആ തോക്ക് ഗാന്ധിയെ വെടിവെച്ച് കൊന്ന തൊണ്ടി മുതൽ മാത്രമല്ല, അത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു പൊതു സ്വത്തായിട്ട് അവിടെ എക്കാലം നിലനിൽക്കേണ്ട. കാരണം അതൊരു ചരിത്രം അതിന് പറയാനുണ്ട്. അത് വെടിവെച്ച് കൊന്നത് ഒരു ആരെയാണ് എന്നുള്ളത്, ആരാണ് ആ തോക്ക് ഉപയോഗിച്ചത് എന്നുള്ളതൊക്കെ വലിയൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ആ യാഥാർത്ഥ്യം ഫിക്ഷനിൽ അടയാളപ്പെടുത്തണമെങ്കിൽ ആ തോക്ക് വീണ്ടെടുക്കുന്നത് പോലെ ഒരു സംഗതി ഈ നോവലിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ ആഖ്യാനം ശരിക്കും നീണ്ടുപോയത്. പിന്നെ ആ തോക്ക് തേടിയുള്ള യാത്ര, ആ തോക്ക് എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു, ആ തോക്കിൻ്റെ ഒരു ഹിസ്റ്ററി, അങ്ങനെ. അപ്പോൾ ലോകത്തെല്ലായിടത്തും തന്നെ അസാസിനേഷൻ നടന്നിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം വലിയ ആളുകളെ ഇല്ലാതാക്കിയ ആളുകളെ ഒക്കെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരുപയോഗിച്ച ഘാതകർ വന്ന മറ്റു വണ്ടികൾ, അവർ താമസിച്ച ഹോട്ടലുകൾ, ഇതൊക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഒരു മ്യൂസിയം എന്ന നിലക്കോ. അത് ഭാവി തലമുറയ്ക്ക് അതിനെക്കുറിച്ച് പഠിക്കാനും ആ ചരിത്രം അറിയാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു ഹിസ്റ്റോറിസൈസ് ചെയ്യുന്നൊരു പരിപാടി ഇല്ല. അപ്പോൾ അത് സത്യത്തിൽ അത് ചെയ്തുകൊണ്ടിരുന്നത് ചിത്രകാരന്മാർ, അതുപോലെ പാട്ടുകാർ, അതുപോലെ എഴുത്തുകാരൊക്കെയാണ്. അങ്ങനെ ആലോചിച്ച സമയത്ത് ആ തോക്കിൻ്റെ ഒരു ഹിസ്റ്ററി ഒരു സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയാൽ അത് ഒരു കാലത്തിൻ്റെ ഒരു ഫിക്ഷൻ വായിക്കുന്നതിനേക്കാൾ ഉപരി ആ ഫിക്ഷനിലൂടെ മറ്റൊരു ചരിത്രം വായിക്കും എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ആ ഒരു ആഖ്യാനം അങ്ങനെ തോക്കിനെ ചുറ്റിപ്പറ്റിയിട്ടും അതിൻ്റെ രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റിയിട്ടും ഒക്കെ ആയി. പിന്നെ ഇത് നമ്മൾ ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചരിത്രത്തെ നമ്മൾ ഒരു ഫിക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറേ ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടുകൾ, ഡാറ്റകൾ, അതുപോലെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കിട്ടും. അതൊക്കെ അതിൻ്റെ അപ്പോൾ എന്തൊരു ഹിസ്റ്ററി വായിക്കുമ്പോൾ അതിനുള്ളിലൊരു ഹിസ്റ്ററീൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ആ ലൂപ്പ് ഹോളിൽ ഫിക്ഷൻ നിറയ്ക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും ഈ 9mm ബാരറ്റ എഴുതുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സ്. താങ്ക് യു. അതായത് ചരിത്രത്തെ ഫിക്ഷൻ കൊണ്ട് പൂരിപ്പിക്കുന്നത് പോലെ എന്ന് പറയാമല്ലേ. ഞാൻ അടുത്ത ചോദ്യം ആഷിലേക്കാണ്. ആഷിനോടുള്ള ചോദ്യം ഇതാണ്. ആഷിൻ്റെ പല കഥകളിലും ഒരു പുരുഷ ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പുരുഷ ഭാഷയിലേക്ക് കരുതിക്കുട്ടി ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു ചേരുന്ന ഒരു ഭാഷയായിരുന്നു അത്? താങ്ക് യു. ആക്ച്വലി അത് പുരുഷ ഭാഷ എന്ന് പറയുന്നതിന് പകരം ജെൻഡർ ന്യൂട്രലായിട്ട് എഴുതുന്നു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം പുരുഷ ഭാഷ എന്ന് പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് കൊണോട്ടേഷൻ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ സോക്കോൾഡ് പുരുഷത്വം കാണിക്കുന്ന ഭാഷയൊന്നും അല്ല. എൻ്റെ കഥയിലെ മിക്ക കഥാപാത്രങ്ങളും ആണുങ്ങളും
സാധു മൃഗങ്ങളാണ്. മാത്രമല്ല സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ഒരു സിറ്റുവേഷനിൽ പെട്ടുകിടക്കുന്ന കഥാപാത്രങ്ങളാണ് മിക്കവാറും. അപ്പോൾ അതിൽ തന്നെ സ്ത്രീകൾ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരുടെ നൈസർഗികമായിട്ട് കഴിവ് വെച്ചിട്ട് അവർ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ കുറച്ചും കൂടെ കഴിവുള്ളവരാണ്. പക്ഷെ പുരുഷന്മാർ ഇച്ചിരി കൂടെ കിടക്കുന്ന ആണുങ്ങളായിട്ടാണ് എൻ്റെ കഥയിലുള്ളത്. അത് മനഃപൂർവ്വമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഭാഷ സ്വീകരിക്കുന്നതൊന്നുമല്ല. ഞാൻ തന്നെ ഇക്കാര്യം ശ്രദ്ധിച്ചത്, എൻ്റെ ആഖ്യാതാവും മിക്കവാറും ആണുങ്ങളാണെന്ന് ശ്രദ്ധിച്ചത് ചില റീഡേഴ്സ് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ്. അപ്പം നമ്മളൊരു കഥയുടെ ഒരു പ്ലോട്ട് കിട്ടുമ്പോൾ സാധാരണ രീതിയിൽ ആരുടെ വേർഷനിൽ നിന്ന് പറയണം എന്നുള്ളത് ആലോചിക്കും. അപ്പോൾ ആ സമയത്ത് ജെൻഡർ ഏതാ എന്നുള്ളൊരു തരംതിരിവോടുകൂടിയല്ല എൻ്റെ ഉള്ളിലേക്ക് കഥ വരുന്നത്. ആ കഥ പറയാൻ പറ്റിയ കഥാപാത്രം ആണാണോ പെണ്ണാണോ എന്ന രീതിയിൽ തിരഞ്ഞെടുക്കുന്നു. അവർക്ക് പറ്റിയ ഭാഷ കഥ അത് അങ്ങനെ കടന്നു വരുന്നു. അപ്പോൾ പുരുഷന്മാർ കൂടുതലായിട്ടാണ് എൻ്റെ മിക്ക കഥകളിലും പുരുഷന്മാരാണ് ആഖ്യാതാവായി വരുന്നതെങ്കിലും അവരുടെ കണ്ണിലൂടെ കാണുന്ന സ്ത്രീകൾ ഒരിക്കലും ഒരു പുരുഷൻ എഴുതുന്ന കഥയിലെ സ്ത്രീയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷൻ്റെ വേർഷനിൽ കഥ എഴുതുന്നതും ഒരു പുരുഷൻ്റെ വേർഷനിൽ കഥ എഴുതുന്നതും ഒരു വ്യത്യാസമുണ്ട്, അവരുടെ കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനൊരാണിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തുറന്നു നോക്കുന്നതിൽ എനിക്ക് ആസ് എ റൈറ്റർ അതൊരു ചലഞ്ചിങ് ജോബാണ്. ഏറ്റവും എളുപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീയുടെ വേർഷനിൽ കഥ എഴുതുന്നതാണ്. പക്ഷേ കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു പുരുഷൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതൊരു ക്ലീഷേഡ് പുരുഷ ഭാഷയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുരുഷൻ്റെ ഉള്ളിലെ പുരുഷനെ എന്താ പറയുക കുടഞ്ഞ് പുറത്തിടാനുള്ള ഉദ്ദേശമാണോ? എൻ്റെ കഥയിലെ മിക്ക പുരുഷ കഥാപാത്രങ്ങളും വളരെ നിസ്സഹായരും ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അല്ലാതെ മസ്കുലിനിറ്റി കുറവുള്ള പുരുഷന്മാരാണ്. പക്ഷെ അങ്ങനെയുള്ള പുരുഷന്മാർ ചിലപ്പോൾ ഒരു പുരുഷൻ പറയുമ്പോൾ ചിലപ്പോൾ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഒരു പുരുഷനെ കുറിച്ച് എഴുതുന്ന ഒരു സ്ത്രീ പുരുഷനെ കുറിച്ച് എഴുതുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വേർഷൻ ചിലപ്പോൾ അധികം കഥയിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. എന്തായാലും പുരുഷനും സ്ത്രീകളും ഒക്കെ എന്താ പറയുക ജെൻഡർ ഈക്വാലിറ്റിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ബിനീഷ് ചേട്ടനോടത്താണ് ചോദ്യം. കവിതയും പഠനഗ്രന്ഥങ്ങളൊക്കെ അടക്കം 15 പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിനീഷ് പുതുപ്പണം എന്ന പേര് അടയാളപ്പെടുത്തുന്നത് പലപ്പോഴും ഇറോട്ടിക് നോവൽ എന്ന് തന്നെ പറയപ്പെടുന്ന അല്ലെങ്കിൽ പലരും പറഞ്ഞിരിക്കുന്ന പ്രേമനഗരം എന്ന നോവലിലൂടെയാണ്. അപ്പം ഈ പ്രേമനഗരം എഴുതുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ആലോചിച്ചിരുന്നോ ഇതിങ്ങനെ വലിയ വിവാദങ്ങൾക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഈ സദാചാര പോലീസിങ് ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിരുന്നോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമസ്കാരം. എൻ്റെ നോവൽ ഇറോട്ടിക് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം എഴുതുന്ന സമയത്ത് നമ്മളിതൊന്നും ആലോചിക്കുന്നില്ലല്ലോ. വിവാദങ്ങൾക്ക് വേണ്ടി ഒരു എഴുത്തുണ്ടാക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരനും അങ്ങനെ ആലോചിച്ചിട്ടല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു നയനമ്പരേറ്റ് എഴുതുന്ന സമയത്ത് ഇതിങ്ങനെ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാവും എന്ന് ആലോചിച്ചുകൊണ്ടല്ലല്ലോ എഴുതുന്നത്. അതുപോലെയാണ് ഏതൊരു ആൾ നോവൽ എഴുതുമ്പോഴും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പ്രണയമാവുമ്പോൾ മറ്റേതൊരു എഴുത്തിനേക്കാളും പ്രണയം എഴുതുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ സാഹിത്യം, ലോകസാഹിത്യം തന്നെ രൂപം കൊണ്ട കാലം മുതൽ എഴുതി ഏറ്റവും പുതിയ കാലത്തും കവിതകളിലൂടെയും കഥകളിലൂടെ ഒക്കെ പുറത്തു വരുന്നതാണ് നമ്മൾ ക്ലീഷേ എന്നൊക്കെ നിരന്തരം പ്രണയ എഴുത്തുകൾ എന്നുള്ളത്. പക്ഷേ മറ്റൊരു പ്രധാന പ്രത്യേകത, പ്രണയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ചരാചരങ്ങളുടെയും ജൈവിക ചോദനയാണ്. പ്രണയം മാത്രമല്ല, രതിയും. നമ്മൾ ഈ ഇറോട്ടിക് എന്നൊക്കെ പറയുമ്പോഴും രതിയിൽ നിന്നാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും. രതിയുടെ ഭാഗമായ മനുഷ്യരാണല്ലോ നമ്മളെല്ലാം.
സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഗണത്തിലേക്ക് പെടുത്തുന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ സാഹിത്യമൊക്കെ ഇറോട്ടിക്കാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കാളിദാസൻ അതാണെന്ന് പറയേണ്ടി വരും, ഭവഭൂതി അതാണെന്ന് പറയേണ്ടി വരും, സംസ്കൃത സാഹിത്യം ഉടനീളം അതാണെന്ന് പറയേണ്ടി വരും. ഏറ്റവും ഒന്ന് ആലോചിച്ച് നോക്കുക, 19-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലൊക്കെ സെക്സിനെ കുറിച്ചുള്ള വലിയ പഠനങ്ങളൊക്കെ രൂപപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ BC-യിലാണ് ഇതിനെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ. നമ്മുടെ ക്ഷേത്രകലകൾ നോക്കുക, പഠനങ്ങൾ നോക്കുക, വാത്സ്യായൻ അടങ്ങുന്ന അനേകം ആളുകളുടെ പഠനങ്ങൾ നോക്കുക. ഇതെല്ലാം രൂപപ്പെട്ടത് ഈ രീതിയിലല്ലേ? അപ്പം നമ്മുടെ എല്ലാ മലയാള സാഹിത്യം നോക്കുക, നമുക്ക് വള്ളത്തോളിനൊക്കെ ആ ഗണത്തിൽ പെടുത്തേണ്ടി വരും. കവിതയിൽ എടുത്ത് നോക്കിയാൽ ബഷീർ ഒരു കാലത്ത് അത്രയേറെ വിമർശനം ഇതിൻ്റെ ഭാഗമായിട്ടാണല്ലോ വന്നത്. ശബ്ദങ്ങളൊക്കെ നിരോധിച്ചു ഇതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ തരത്തിലല്ല അതിനെ ഇങ്ങനെ എഴുതാമെന്നുള്ളത്. പക്ഷേ രതി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഇല്ലായ്മ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാംസനിബദ്ധമല്ല രാഗം എന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. കാരണം ശരീരമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ പ്രണയിക്കുക മാത്രമല്ല മനുഷ്യൻ്റെ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റുന്നത്. ശരീരത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇപ്പം മരണം ഒരാൾക്ക് സംഭവിച്ചാൽ പോലും അയാളെ നമ്മൾ ഓർമ്മിക്കുന്നത് അയാളുടെ ശരീരത്തിലൂടെയാണ്. പ്രണയിനി മരിച്ചാൽ, പ്രണയിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ ഓർമ്മ എന്ന് പറയുന്നത് അയാളുടെ ശരീരം കൂടിയാണ്. ശരീരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ വിശുദ്ധമായൊരു പ്രണയ സങ്കല്പം എന്നൊക്കെ പറയുന്നത് അതൊരു സങ്കല്പം മാത്രമാണെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതുമ്പോൾ പ്രണയത്തിൽ രതി കടന്നു വരാം. ഞാൻ ഇങ്ങനെ എഴുതാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എഴുതിയില്ല എന്ന് വെച്ച് ഇവിടെ ആരും പ്രണയിക്കാതെ പോകുന്നില്ലല്ലോ. ഇപ്പോൾ തൊട്ട് മുമ്പ് സഹറു അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പം 40 കഴിഞ്ഞൊരു സ്ത്രീ 30-കാരനെ പ്രണയിക്കുമ്പോൾ അതിവിടെ വലിയ സദാചാര പ്രശ്നമാണ്. എന്നാൽ തിരിച്ച് ഒരു 80-കാരനോ 70-കാരനോ 13 വയസ്സുകാരിയെ വിവാഹം ചെയ്തൊരു കാലവും സമൂഹവും നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മിൽട്ടൻ്റെ ഒക്കെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഇവിടെ എങ്ങനെയായിരുന്നു നമ്മുടെ സാമൂഹ്യ സാഹചര്യം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഈ സദാചാരത്തെ മുന്നോട്ട് പോകുക. അത് നേരെ തിരിച്ചാവുമ്പോൾ അത് വലിയ സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ അത്തരം നമ്മുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ചിന്ത എവിടെയാണ് കിടക്കുന്നത് എന്നൊരു പ്രശ്നം, അത് പക്ഷേ ഇന്ന് തുടങ്ങുന്നതല്ല, നൂറ്റാണ്ടുകളായി ചങ്ങലക്കായി തുടർന്നു വരുന്നതാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ളൊരു എഴുത്ത് വരുമ്പോൾ അത് പ്രതികരണങ്ങളും അതിനനുസരിച്ച് ഉണ്ടായേക്കാം. അത് എനിക്കൊന്ന് എല്ലാ കാലത്തും ഉണ്ടായേക്കാം. ഇതുണ്ടായ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, സാഹിത്യം തുടങ്ങിയ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഇന്നും സംഭവിക്കുന്നു എന്ന് കരുതി നമുക്ക് അത് എഴുതാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. താങ്ക് യു. പ്രണയം ശരീരമില്ലാതെ പ്രണയമില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ? ശരീരമില്ല എന്ന് ഉദ്ദേശിച്ചത് ഞാൻ മാംസനിബദ്ധം എന്ന് ഉദ്ദേശിച്ചത് രതി എന്ന അർത്ഥത്തിൽ മാത്രമല്ല. അതെ, പ്രണയത്തിന് ശരീരം കൂടി ആവശ്യമാണ്. നമ്മൾ ആത്മാവിനെ അല്ലല്ലോ പ്രണയിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഒരു പ്രണയത്തിന് ശരീരം കൂടെ വേണം എന്നല്ലോ. ഒരാൾ മരണപ്പെട്ടാൽ പോലും നമ്മുടെ ആത്മാവിനെ പ്രണയിക്കല്ലോ, ആ ശരീരമാണല്ലോ നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ ഷ്യാമിലേക്ക് വരാം. ഷ്യാമിനോടാണ് ചോദ്യം. ചോദ്യതാണ്, ഷ്യാമിൻ്റെ ഭാഷ വളരെ ലളിതമാണ് നമ്മളെപ്പോഴും വായിക്കുന്നത്. പക്ഷേ ഘടനാപരമായിട്ട് അതിനൊരു വലിപ്പ കൂടുതലുണ്ട്, പ്രത്യേകിച്ച് തങ്കപുഷ്പം പോലുള്ള കഥകളിൽ. അപ്പം ചോദ്യം ഇതാണ്, ഈ വലിപ്പ കൂടുതൽ എഴുതുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇത് വായനക്കാരിൽ നിന്നും ഡിറ്റാച്ച്ഡായി പോകുന്നു തോന്നിയിട്ടുണ്ടോ എഴുത്തിൻ്റെ അവസരത്തിൽ? ഇല്ല, വലിപ്പം വെച്ചിട്ട് അങ്ങനെ ഒരു കഥയ്ക്ക് ഇത്ര ലെങ്ത് ആവശ്യമാണെങ്കിൽ ആ ലെങ്ത്തിൽ എഴുതണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ചില കഥകൾ ഈ പറഞ്ഞ തങ്കപുഷ്പം ഞാൻ എഴുതിയതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയൊരു കഥയാണ്. ഒരുപാട് പേജുകളിൽ നിൽക്കുന്നൊരു കഥയാണ്. പക്ഷേ ചെറിയ കഥകളും ഞാൻ എഴുതിയിട്ടുണ്ട്. ഓരോ വിഷയം ആവശ്യപ്പെടുന്ന രീതിയിൽ ആ കഥക്ക് ഉള്ള ലെങ്ത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഥയിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് എസ് ഹരീഷ്, വിനോയ് തോമസ് അല്ലെങ്കിൽ സന്തോഷ് കുമാറൊക്കെ ഗംഭീരമായ കുറേ കഥകൾ, അതെല്ലാം നീളമുള്ള കഥകളാണ്. അപ്പോൾ ആ ഒരു സ്വാധീനം എന്തായാലും ചിലപ്പോൾ ഇപ്പം എഴുതുന്ന കഥകൾ പൊതുവെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എഴുത്തുകാർക്ക് അത്ര ലെങ്ത്തിൽ കഥകൾ എഴുതുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും ആ ഒരു സ്വാധീനം എന്തായാലും തുടക്കത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ എഴുതുന്നില്ല ഷനോജ ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ കഥകൾ വലിയ നല്ല ലെങ്ത്തുള്ള കഥകളാണ്. അപ്പം ലെങ്ത്ത് കാരണം ആളുകൾ നിർത്തിപ്പോകുമെന്ന് ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ അനാവശ്യമായിട്ട് ലെങ്ത്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ കഥ ആവശ്യപ്പെടുന്ന ഒരു ലെങ്ത്തിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കാറുള്ളത്. അതായത് മനഃപൂർവ്വം അതിനെപ്പറ്റി ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു ലെങ്ത്ത് ചുരുക്കണമെന്നോ ഇത്ര ലെങ്ത്ത് വേണമെന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ചിട്ട് എഴുതുന്നതല്ല. അത് ജൈവികമായിട്ട് സംഭവിച്ചു പോകുന്ന ഒരു സംഭവമാണ് കഥ എഴുത്ത് എന്നുള്ളത്. അല്ലെ ആലോചനകളൊന്നുമില്ല, അത് കഥ എവിടെ തുടങ്ങുന്നു അത് സ്വാഭാവികമായിട്ട് അവസാനിക്കുന്നു. ഇങ്ങനെയാണോ ശ്യാമം? ഇങ്ങനെയാണ്. താങ്ക് യു. ഞാൻ പശ്ചാത്തലോട്ട് വരാം.
കൊച്ചാട്ടിനോടുള്ള ചോദ്യം, ഇത്തവണത്തെ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഒരു ഓർബിറ്റൽ എന്ന് പറയുന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ്. പലപ്പോഴും പച്ചാട്ടിന് സയൻസിനോട് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ സയൻസിന് പച്ചാട്ടിനോടൊന്നും പറയാൻ പറ്റാവുന്നതാണ്. പല കഥകളിലും അതിൻ്റെ ഒരു മിന്നലാട്ടമൊക്കെ കാണാറുണ്ട്. അപ്പം ഈ കഥകളിലേക്ക് സയൻസിനെ കൊണ്ടുവരിക, അതായത് ആ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണോ കഥ എഴുതുന്നത്, അല്ലെങ്കിൽ ഉള്ളിലുള്ള സയൻസിൻ്റെ ഉള്ള ഇഷ്ടം കഥയിലേക്ക് വരുന്നതാണോ? ഉത്തരം പറഞ്ഞാൽ മതിയാവുള്ളൂ. എല്ലാവർക്കും സ്നേഹം. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ളിലുള്ള സയൻസ് വരികയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഇവിടെ കുത്തിരി ചിരിക്കുക. കാരണം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഉള്ള മാർക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ തലഞ്ഞു പോകും. സയൻസ് എനിക്ക് തോന്നുന്ന ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സയൻസിനെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുണ്ട്. സയൻസിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം നമുക്ക് ചിലപ്പോൾ ലേശം ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും കുറച്ചാണ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു വ്യത്യസ്തമായ തലങ്ങളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അത് എൻ്റെ പേഴ്സണൽ ഒരു ഇതാട്ടോ. എനിക്ക് തോന്നുന്നത് സയൻസിൽ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിഴൽ പോക്കറ്റ് എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു മാധ്യമത്തിൽ. അത് ഇതുപോലെ ഒരു സയൻസ് എന്ന് പറയില്ല, സയൻസിനായിട്ട് ബന്ധപ്പെട്ട, അല്ല സയൻസൊക്കെ പഠിച്ച ശ്യാമകൃഷ്ണനോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെ അപ്പോഴാണ് മനസ്സിലായത്. കാരണം സ്കൂളിലൊക്കെ കുറച്ച് പഠിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ആ സമയം കൂടെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അതിന് മാത്രം ഞാനത് വീഡിയോസും അതിനോടനുബന്ധിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടാണ് അത് ചെയ്തത്. അത് പെർഫെക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്തതല്ല. ഈ അതായത് നമുക്ക് പരിചിതമല്ലാത്ത ഒരു ഇതായതുകൊണ്ട് അതിലെത്ര പെർഫെക്ഷൻ ഉണ്ടാവുന്നു, ഇമാജിനേഷൻ ആണല്ലോ ഒക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അന്യഗ്രഹങ്ങളിലൊക്കെ പോണത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ പിന്നെ നോവലുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ശരിക്കും ശാസ്ത്രജ്ഞന്മാരാരാണ് എന്നുള്ളത്. പഠിച്ചിട്ട് ഞാൻ മോശമാക്കി പറയല്ല, അതായത് നമ്മളെ ശാസ്ത്രം അതിലേക്ക് എത്തണതിൻ്റെ മുന്നേ പിന്നെ കുറേ ആളുകൾ ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക ഗംഭീരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരവിടേക്ക് ഇപ്പം ഇത് അങ്ങോട്ട് പോകാനുള്ള സൂനം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ പിന്നെ ശാസ്ത്രജ്ഞന്മാർ തന്നെ വേണം. പക്ഷെ അവരത് ഇമാജിൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് സയൻസിൻ്റെ ഒരു സാധ്യത. നമുക്ക് ഇനി എന്തൊക്കെ ഇമാജിൻ ചെയ്യും. അപ്പോൾ ഞാൻ വരുമ്പോൾ ആലോചിച്ച്, ഞാൻ ബസ്സിൽ ഫുള്ള് ബ്ലോക്കായിട്ടാണ് വരണേ. ഇനി കുറെ കഴിഞ്ഞാൽ ബസ് അതായത് റോഡുമ്മ കൂടെ ഉള്ള വാഹനങ്ങളെ ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പം ആകാശത്ത് കൂടെ ഒരു ചെറിയൊരു സാധനം പോലെ ഇങ്ങനെ വരികയും ചെയ്യാം. ആകാശങ്ങളിലാവും എല്ലാ മനുഷ്യന്മാരും, റോഡൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ അതിലേക്കൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക കടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 900 ശേഷം മുതൽ 2000 വരെ ഉള്ള 100 വർഷത്തിൽ സയൻസിനുണ്ടായ ഒരു മുന്നേറ്റത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് 2000 മുതൽ 2024 വരെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി അടുത്ത 25 വർഷം എങ്ങനെയാണ് നമ്മൾ സയൻസ് മുന്നോട്ട് ചാടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ സയൻസൊക്കെ വരുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വരുന്നതാണ് ഈ എഴുത്തിലൊക്കെ, മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് എഴുതിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഒരു വിമാനം പറത്തണമെങ്കിൽ ഞാൻ ഒരു പൈലറ്റായിട്ടുള്ള ഒരു കഥാപാത്രത്തിന് സൃഷ്ടിച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റുമല്ലോ. പിന്നെ എഴുത്ത് പല വിധമുണ്ട്. നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്ത് എഴുതാം. ചിലത് നമ്മൾ പൊളിറ്റിക്കലി നമുക്ക് ഇടപെടേണ്ടി വരും. ഇപ്പം വിനോദേട്ടൻ്റെ നോവലൊക്കെ എടുക്കുക, അങ്ങനത്തെ ഒരു എഴുത്ത് സംഭവിക്കുന്നുണ്ട്. എഴുത്ത് പല വിധമാണ്. അപ്പോൾ അതിലുള്ള ഒരു ചെറിയ വിധത്തിൽ സയൻസിനെ ഞാൻ കൂട്ടുപിടിക്കേണ്ടതേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ഈ സയൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു, സയൻസൊക്കെ നിശ്ചയുള്ള ആൾക്കാർ വന്നാൽ ചിലപ്പോൾ എന്നെ ഇവിടെ അടിച്ചു ഓടിക്കും. അല്ല വച്ചു, ഈ സയൻസ് പറയുമ്പോൾ അതിനെ വളരെ കൗതുകത്തോടുകൂടിയും അതിൻ്റെ പിന്നാലുള്ളൊരു കുട്ടീൻ്റെ മനസ്സോടുള്ളൊരു അന്വേഷണം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ട്. നല്ല ചോദ്യമാണ്. ചോദ്യത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ചോദ്യം. ഇത് ശ്യാമിൻ്റെ പേര് പറഞ്ഞു. ശ്യാമ് പോകുന്ന സയൻസ് വേറെ, ശ്യാമ് മെഡിക്കൽ സയൻസും ഈ പോകുന്നത് വേറെ വൈക്കുവന്നേ. ശ്യാമിക്കുന്നു ഞാൻ പറഞ്ഞതരാം. ശ്യാമ് ചിലപ്പോൾ +2 പഠിക്കുമ്പോൾ എല്ലാം പഠിക്കൂലേ, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കൂലേ അല്ലേ? ഞാനതൊന്നും പഠിച്ചിട്ടില്ല, അതാ ഞാൻ പറയാം. എനിവേ താങ്ക് യു. ഞാൻ എന്താ പറയുക, വീണ്ടും വിനോദേട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. വിനോട്ടാ, ഈ കാലത്ത് നമ്മൾ ഗോൾവാർക്കർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എഴുതുന്നത് പോലും ഒരു പൊളിറ്റിക്കലാണ്.
അതേ സമയത്ത് അങ്ങനത്തെ ഒരു ടൈറ്റിൽ നമുക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാവുന്ന ഭയപ്പെടേണ്ടുന്നതും ഒന്നുമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുതിയ ഈ ഒരു കാലത്ത് കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയിൽ നമ്മൾ എഴുത്തുകാർ ആക്രമിക്കപ്പെടുന്നുണ്ട്, സാംസ്കാരിക പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നുണ്ട്, ഇത്തരം കഥകൾ എഴുതുന്ന ഇത്തരം പേരുകൾ പറയുന്ന ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പം ഇതിനൊരു ധൈര്യം വേണം. നമുക്കൊരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു രാഷ്ട്രീയം പറയാനുള്ള ധൈര്യവും കൂടെ വേണം. ഏത് നിമിഷവും ആക്രമിക്കപ്പെടാവുന്ന ഒരു എന്താ പറയുക, ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു വാളോ അല്ലെങ്കിൽ ഒരു തോക്കിൻ മുനയോ ഏത് നേരവും നമ്മുടെ നെഞ്ചിലൊക്കെ നീളുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു കഥയ്ക്ക് ടൈറ്റിൽ ഇടുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇടാനുണ്ടായിരുന്ന ഒരു ധൈര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നത് നമ്മൾ കലാവിഷ്കാരത്തിൽ ഏർപ്പെടുന്ന ആളുകളെല്ലാം തന്നെ അത്തരത്തിൽ ഒരു റിവോൾട്ട് പല രീതിയിൽ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആളുകൾ. ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് എഴുതുന്നത് പോലെ തന്നെ ഇപ്പോൾ ഡെക്കാമറോൺ കഥകളൊക്കെ ഉണ്ടായത് അത്തരത്തിലുള്ള റിവോൾട്ട് ആയിട്ടാണ്. സമൂഹത്തിൽ എന്തിനെങ്കിലും ഒരു എതിർപ്പ് ആയിട്ട്, ഒരു എതിർ ശബ്ദമായിട്ടൊക്കെയാണ് അത് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലും അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിക്കുന്ന കാലത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഈ കലാവിഷ്കാരത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഒരു പൊളിറ്റിക്സ് ആയിട്ട് അതാത് കാലത്ത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങളെ ഫിക്ഷനിൽ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ ഫിക്ഷനിൽ കൊണ്ടുവരും. നമ്മൾ എഴുതുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ഫാമിലിയെക്കുറിച്ചോ നമ്മുടെ ചുറ്റിലുള്ള സംഗതികളെക്കുറിച്ചോ നാളെ വാങ്ങാൻ പോകുന്ന മരുന്നിൻ്റെ കുറിപ്പിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കില്ല. എഴുതുമ്പോൾ നമ്മൾ ഇപ്പോൾ പലരും വിചാരിക്കുന്നത് ഒരു മുറിയിൽ അടച്ചിട്ട് എഴുതാനുള്ളൊരു വാസനയാണ് എഴുത്ത് എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. അത് ഒരു വാസന, അത് വാസന വേണം, പക്ഷേ അത് അങ്ങനെയല്ല. അത് ഇപ്പോൾ കാക്കനാടൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സൗണ്ട് കേട്ടാൽ മാത്രമേ പുള്ളിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസിൽ ഈ ഇത്തരം സംഗതികൾ ഉണ്ടാവാം. അപ്പോൾ നമ്മളെ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടാവുമ്പോൾ, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പാർലമെൻറ്റിൽ പോയിട്ട് സംസാരിക്കാനുള്ള ഒരു ശേഷിയില്ല, അതിന് സാധ്യമല്ല. ഒരു തെരുവിൽ പോയിട്ട് ഒരു എന്തെങ്കിലും മുദ്രാവാക്യം വിളിക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു പിക്കറ്റിങ്ങിന് പോകാനുള്ള ഒരു ശാരീരിക ബലം എനിക്കില്ല. എനിക്ക് ആകെ അറിയാവുന്നൊരു പണി എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ എഴുത്തിൽ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ ഈ രാഷ്ട്രീയം അഡ്രസ്സ് ചെയ്യുന്ന ആളുകളൊക്കെ എഴുത്തിനെ സമീപിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ അത്തരത്തിലുള്ള അനേകം എഴുത്തു വഴികൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോൾ എം സുകുമാരനെ പോലുള്ള ആളുകളൊക്കെ ഒരു കാലഘട്ടത്തെ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 70കളിലൊക്കെ അടിയന്തരാവസ്ഥ കാലക്കെതിരെ ഒരുപാട് കഥകളും കവിതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ കാര്യം മാത്രം എടുക്കണ്ട, ഇപ്പോൾ ലോകത്തിലുള്ള മറ്റ് സാഹിത്യ കൃതികളിലേക്ക് നോക്കിയാൽ തന്നെ അത്തരത്തിലുള്ള അനേകം സാഹിത്യ കൃതികൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം പാലസ്തീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദാർവിഷിൻ്റെ കവിതകളെക്കുറിച്ച് സംസാരിക്കാതെ നമുക്ക് അവിടുത്തെ ഒരു പൊളിറ്റിക്സ് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ അത് ഇപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമുഖത്ത് ബോംബിടാൻ മാത്രമുള്ള സ്ഥലമാണ് എന്നൊരു കൂട്ടർ വിചാരിച്ചിരിക്കുമ്പോൾ ആ ഒരു രാജ്യം ഭാവിയിൽ ഇല്ലാതായാൽ പോലും സിനിമയിൽ അത് നിലനിൽക്കും. കാരണം അത്രയധികം സിനിമകൾ പാലസ്തീനെ കുറിച്ച് വന്നിട്ടുണ്ട്, അത്രയധികം കവിതകളിൽ ആ ഒരു ജീവിതാവസ്ഥകളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കലാവിഷ്കാരങ്ങൾ എപ്പോഴും അത്തരത്തിലുള്ള ചരിത്രത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം കൂടിയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള അത്തരം കൃതികളുണ്ടാവും. അപ്പോൾ കാശ്മീരിൽ നിന്ന് ഈ അടുത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു കൃതി സജത് മാലിക്കിൻ്റെ കാശ്മീരി ബോയ് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ആ കൃതി ISBN കോഡ് നൽകാതെ ഭരണകൂടം നിരോധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നീട് അത് ഇംഗ്ലണ്ടിൽ പോയിട്ട് അദ്ദേഹം അത് ഇറക്കുകയും ഓൺലൈനിൽ വ്യാപകമായി അയക്കപ്പെടുകയും ചെയ്തു. അതിലൊരു ചെറിയൊരു സംഗതിയാണ്, ഒരു ഗ്രാഫിക് നോവലാണ്. അതൊരു വെറും 100 പേജ് മാത്രമുള്ള ഒരു ഗ്രാഫിക് നോവലാണ്. അതിൽ കാശ്മീരിലെ ജനങ്ങളുടെ സങ്കടങ്ങളാണ് അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്താണ് അതിൽ ഉണ്ടായത് എന്നുള്ളത് അദ്ദേഹം അതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു സംഗതി, അതിൽ ഭരണകൂട യന്ത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ്, പട്ടാളം, അത്തരത്തിലുള്ള ഭരണകൂട യന്ത്രം തിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ പുഞ്ചിരിക്കുന്ന മനുഷ്യരുടെ മുഖമാണ് അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കാശ്മീരിലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക്, അവിടെ സാധാരണ മനുഷ്യർക്ക് അദ്ദേഹം അതിൽ വരച്ചു വെച്ചിരിക്കുന്നത് കാശ്മീരിലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന മാനിൻ്റെ തലയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കലാവിഷ്കാരത്തെ ടോളറേറ്റ് ചെയ്യാൻ ഈ ഭരണകൂടത്തിന് പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ അത് ശക്തമായ ഒരു മീഡിയമായിട്ട് എഴുത്തിനെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയം കഥകളിലൊക്കെ കടന്നു വരുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ രാഷ്ട്രീയവും കൂടെ നമ്മുടെ കഥകളിലും സർഗാത്മകതയിലും വേണമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. താങ്ക് യു. ഇനി ആഷിൻ്റെ അടുത്താണ് ചോദ്യം. ആഷിൻ്റെ മഷ്റൂം കാറ്റ് എന്ന് പറയുന്ന
നോവലിൻ്റെ അകത്ത് നോൺ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. അതേസമയം അതിൻ്റെ അകത്ത് ഒരു പൂച്ച അതിലൊരു മുഖ്യ കഥാപാത്രമാണ്. ഇങ്ങനൊരു പൂച്ചയെ കൊണ്ട് കഥ പറയിപ്പിക്കാൻ ഒക്കെ ഒരു നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവില്ല, ഈ പൂച്ച കഥ പറഞ്ഞാൽ കൊള്ളാം. എങ്ങനെയാണ് അതിലേക്ക് എത്തപ്പെട്ടത്? ആക്ച്വലി മഷ്റൂം ക്യാറ്റ്സ് എന്ന നോവല് ഒരു എക്സ്പെരിമെൻ്റൽ നോവൽ സീരീസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അക്കാരണം കൊണ്ട് തന്നെ എന്ത് തരം എക്സ്പെരിമെൻറ്റും അതിൽ നടത്താം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കൺവെൻഷണൽ നോവൽ സ്റ്റൈലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു രീതിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പൂച്ച എന്ന് പറയുന്ന സംഭവം ഞാൻ അങ്ങനെ ആലോചിച്ചുണ്ടാക്കി സംഭവിച്ചതൊന്നല്ല. ബട്ട് ആ നോവലിൽ ത്രൂ ഔട്ട് ഒരു പൂച്ചയാണ് വേൾഡ് വാർ കാലം തൊട്ട് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ കാലം തൊട്ട് മനുഷ്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ചയാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ പൂച്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പൂച്ചയ്ക്ക് ആരോടും ഒരു ലോയൽറ്റിയോ കമ്മിറ്റ്മെൻറ്റോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പെറ്റായിരിക്കുമ്പോഴും മനുഷ്യനെ ഏറ്റവും സർക്കാസ്റ്റിക്കായിട്ട് മനുഷ്യൻ്റെ എല്ലാ കൊള്ളരുതായ്മകളെയും സർക്കാസ്റ്റിക്കായിട്ട് വീക്ഷിക്കുന്ന ഒരു പൂച്ചയാണ് അതിൽ കഥ പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ കഥ പറയാൻ ഒരു തേർഡ് പേഴ്സൺ, ഒരു മനുഷ്യനെ അല്ലാതെ ഒരു അനിമലിനെ വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ കഥ എഴുതുന്ന സമയത്ത് ശരിക്കും എഴുതുന്ന ആളുടെ ഉള്ളിൽ വായനക്കാരെങ്ങനെ സ്വീകരിക്കും എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പം നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ആ ചിന്ത വരുന്നത്. വായനക്കാരുടെ സ്വീകാര്യത അല്ലേ ഞാൻ ചോദിച്ചത്. ഈ കഥാപാത്രത്തിൻ്റെ ഒരു നിർമ്മിതി ഉണ്ടല്ലോ, പൂച്ചേൻ്റെ ഒരു നിർമ്മിതി, അതിലേക്ക് വരുന്നൊരു കാര്യമുണ്ടല്ലോ. നമുക്ക് തന്നെ സ്വയം ഒരു നമ്മുടെ തന്നെ ഒരു ഇഷ്ടമാണല്ലോ വായനയിലേക്ക് പോവുക. നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ വായനക്കാർ വായിക്കുക എന്നുള്ള. അതാ ചോദിച്ചത്. ഇല്ല, ഞാനങ്ങനെ ഇപ്പോൾ ഒരു വായനയുടെ ഒരു ബഗേജ് ഒന്നും ക്യാരി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ മുൻവായനയുടെ, അതായത് ഞാൻ എവിടെയെങ്കിലും വായിച്ചതോ അല്ലെങ്കിൽ ആരാധനയോടെ വായിച്ചിട്ട് അവരെ ഏതെങ്കിലും റൈറ്റേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യാറില്ല. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതിനുള്ള ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ അതിലുള്ളൊരു റിസ്ക് എന്താണെന്ന് വിചാരിച്ചാൽ ഇതുപോലെ തന്നെ ഇപ്പോൾ പൂച്ചയെക്കുറിച്ച് പൂച്ച കഥ പറയുന്ന ആ ഒരു നോവല് ബെസ്റ്റ് സെല്ലറൊന്നും ആയില്ല. ആവാനുള്ള ചാൻസും കുറവാണ്. അത് റീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ട്രെൻഡിനൊപ്പം വെച്ചിട്ടുള്ളൊരു നോവലല്ല. അപ്പം നമ്മൾ കൺവെൻഷണൽ സ്റ്റൈൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു റിസ്ക്കും കൂടെയാണത്. അതിപ്പോൾ എൻ്റെ ചെറുകഥകളിലും ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം പ്രശ്നം എന്നായിട്ടല്ല ഞാൻ പറയുന്നത്, ഞാനത് എൻജോയ് ചെയ്തിട്ട് എഴുതുന്ന കാര്യമാണ്. പക്ഷെ ഒരു റിസ്ക് ചിലർക്കെങ്കിലും മനസ്സിലാവില്ല എന്ന് പറയുന്ന ഒരു സാധനമാണോ? മനസ്സിലാവില്ല എന്നല്ല. എൻ്റെ മുങ്ങാങ്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ വായിച്ച ഒരാൾ പത്തനംതിട്ട പശ്ചാത്തലമാക്കി ക്രിസ്ത്യൻ പശ്ചാത്തലമാക്കി വന്നിട്ടുള്ള ഒരു കഥയാണ്. അതിഷ്ടപ്പെട്ട ഒരാൾ അശാഷിതയുടെ പുതിയൊരു കഥ വരുന്നു, വായിച്ചു നോക്കാം എന്ന് വിചാരിക്കുമ്പോൾ അതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് റോബർട്ട്സൺ പേട്ട് എന്നുള്ളൊരു കഥയാണ്. അത് കോലാറിലെ ഖനികളിലെ ഉള്ള തൊഴിലാളികളുടെ കുറിച്ചുള്ളൊരു കഥയാണ്. അവിടെ അവരുടെ ഒരു വായനയുടെ ശീലം ബ്രേക്കായി. അപ്പം ആ കഥ ഈ കഥ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ആ കഥ ഇഷ്ടപ്പെടണമെന്നില്ല. മൂന്നാമത്തെ കഥ വരുമ്പോൾ റിംബോച്ച എന്ന് പറയുന്ന കഥ നാഗരിക പശ്ചാത്തലത്തിലുള്ള കഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള കഥയാണ് അഷിത എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് വായിക്കുന്ന ഒരാൾക്ക് അടുത്ത കഥ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ കഥ മലബാറിലെ നാടൻ ഭാഷ എക്സ്പ്ലോർ ചെയ്യുന്നൊരു കഥയാണ്. അപ്പം ഇങ്ങനെ കൺവെൻഷണൽ സ്റ്റൈൽ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു റിസ്ക് എപ്പോഴും നമ്മുടെ റീഡേഴ്സ് ആരാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പൂച്ചയെ കഥാപാത്രമാക്കിയിട്ട് ഞാനൊരു കഥ എഴുതുമ്പോഴുള്ള റിസ്ക് അത് ആളുകൾ എങ്ങനെ വായിക്കും എന്നുള്ളതാണ്, വായിക്കപ്പെടും എന്നുള്ളതാണ്. എനിക്ക് വായിച്ചവരുടെ കയ്യിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടിയതാണ്. പക്ഷേ എനിക്ക് അത്തരം പരീക്ഷണങ്ങളിൽ നടത്തുന്നതിൽ താല്പര്യമുള്ള ഒരാളാണ്. നമുക്ക് പുതുതായി ഒന്നും പറയാനില്ലെങ്കിൽ അല്ലെങ്കിൽ ആരും പറയാത്ത കഥ, അതിന് സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഒരു കഥ ആരും പറയാത്ത രീതിയിൽ പറയാനുള്ള ഒരു ശ്രമമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണ നോവൽ ശ്രമിച്ചതും. പറഞ്ഞു വന്ന ഇതാണ്, അതായത് സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നതും സ്വയം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാൾ എഴുത്തിൽ.
അതെ, കൂടുതലും എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള കഥകളാണ് ഞാൻ എഴുതുന്നത്. അത് ഇപ്പോൾ ശ്യാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ ഒരു പോയിന്റിൽ ആഡ് ചെയ്യാനുള്ളത്, കഥകളുടെ നീളം കൂടിപ്പോയി എന്ന് പല ആളുകളും ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കാണാറുണ്ട്. ശ്യാമകൃഷ്ണൻ്റെ കഥയെക്കുറിച്ചല്ല, പൊതുവെ പുതിയ എഴുത്തുകാരുടെ കഥ നീണ്ടുപോയി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു പുതുകഥയിൽ കൺവെൻഷണൽ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു കുറച്ചും കൂടെ കഥാപരിസരത്തെ വികസിപ്പിച്ചുകൊണ്ട് ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ നടത്തി ആ രീതിയിൽ കഥ എഴുതുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി വരുമ്പോഴാണ് കഥകൾക്ക് നീളം കൂടുന്നത്. അപ്പോൾ കൺവെൻഷണൽ സ്റ്റൈലിലുള്ള കഥകൾ വായിച്ച് ഇഷ്ടപ്പെട്ട ആളുകളുടെ ഒരു ശീലത്തെ അവിടെ പുതിയ എഴുത്തുകാർ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആ ബ്രേക്ക് ചെയ്യുമ്പോൾ കഥ നല്ലതാന്ന് പറയും, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാനൊരു ഇച്ചിരി സമയം വേണം. അപ്പം അതുകൊണ്ടുള്ളൊരു വിമർശനമായിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് കഥകൾ നീളം കൂടുതലാണ് എന്ന് പറയുന്നത്. ഞാൻ പൊതുവായിട്ടുള്ളൊരു സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞതാണ്. അതെനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ പുതിയ ഭാവുകത്വത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതായിരിക്കും. ആ പുതിയ ഭാവുകത്വത്തിനെ സ്വീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറെടുക്കുന്നതിൻ്റെ ഒരു ഭാഗവും കൂടെ ആയിരിക്കാം ഇതൊക്കെ സംഭവിക്കുന്നത്. സ്വീകരിക്കപ്പെടുന്നില്ല എന്നല്ല, പക്ഷെ അതായത് ഒരു സമയമെടുക്കും. എല്ലാം ഒന്നും പുതിയതിനെ ഒന്ന് സ്വീകരിക്കാൻ ഒരു ഇച്ചിരി സമയം എടുക്കൂല. നമ്മളായാലും ആരായാലും അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കാണാമെന്ന് കരുതുന്നു. അതെ, ഞാൻ ശ്യാമിലേക്ക് തന്നെ വരാം. ഇന്നത്തെ സാഹിത്യത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ഇപ്പം ഞാനാവട്ടെ, നമ്മളെല്ലാവരും ആവട്ടെ, ശ്യാം ഒഴികെ എല്ലാവരും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വളരെ ആക്റ്റീവാണ്. ശ്യാം ഈ ചുറ്റുവട്ടത്തു നിന്നൊക്കെ ഏകദേശം പൂർണ്ണമായി എന്നുള്ള രീതിയിൽ തന്നെ മാറി നിൽക്കുന്ന ഒരാളാണ്. ചോദ്യം ഇങ്ങനെയാണ്, ഇതാണ്, ഈ ഒരു മാറി നിൽക്കൽ ശ്യാമിൻ്റെ രചനകളുടെ സ്വീകാര്യതയെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പം പൊതുവെ എല്ലാവരും എന്താ വെച്ചാൽ ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതൽ അറിയുന്നത്. നമ്മുടെ ഒരു പുതുകാലത്തെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു രീതിയാണിത്. ഈ വിപണിയുടെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്വയം വിപണിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് ശ്യാം ഇതിനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ശ്യാം ചെയ്യുന്നത്. അതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം, നമ്മളുടെ രചനകളെ സ്വീകരിക്കപ്പെടുന്നതും ഒക്കെ ആയിട്ട്. ഇല്ല, ആദ്യം തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു കാരണം, ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാനും അതിനുശേഷം പരിചയപ്പെട്ട തന്നെ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരാളാണ്. പക്ഷേ എൻ്റെ പുസ്തകം ഇറങ്ങിയ സമയത്തും എൻ്റെ കഥകൾ അച്ചടിച്ചു വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ ഒരു അഡിക്ഷൻ പോലെ വന്നപ്പോൾ ഞാൻ നിർത്തിയതാണ് ശരിക്കും. അതൊരു ആദർശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു മോശം കാര്യമാണെന്ന് വിചാരിച്ചിട്ടോ അല്ല. ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഫേസ്ബുക്ക് നോക്കുന്നു, നോട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കുന്നു. ആ ഒരു ശീലം വന്ന സമയത്ത് അത് ഞാൻ കുറച്ച് ഡീആക്ടിവേറ്റ് ചെയ്ത് നോക്കി, അത് നടന്നില്ല. പിന്നെ അക്കൗണ്ട് തന്നെ കളഞ്ഞ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു എന്നാണ്. അപ്പോൾ പുസ്തകം ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കുമ്പോൾ കൂടുതൽ വിറ്റ് പോകുന്നുള്ളത് സത്യമാണ്. പക്ഷേ എഴുത്തിൻ്റെ കാര്യത്തിൽ അത്ര ഒരു ആത്മവിശ്വാസമുള്ള ഒരാളല്ല ഞാൻ. ഇപ്പം എൻ്റെ കഥ വായിക്കുന്ന ഒരാളോട് പറയാനുള്ളൊരു എപ്പോൾ ഒരു മടിയാണ്, എന്തോ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചു വെച്ച് ചെയ്യേണ്ട ഒരു കാര്യം പോലെ ഉള്ളൊരു കാര്യം. ഇപ്പം ആരെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ കഥ അച്ചടിച്ച് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ വായിക്കുന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. പക്ഷെ എന്നാൽ പോലും നേരിട്ടിട്ട് ഒരാളോട് ഇപ്പം എൻ്റെ ഒരു കഥ ഇഷ്ടമായി എന്ന് പറഞ്ഞ ഒരാളോട് ഞാൻ അടുത്ത കഥ വന്നു എന്നുള്ള കാര്യം അറിയിക്കാറില്ല. കാരണം ആ കഥ ഇഷ്ടമായതുകൊണ്ട് ഈ കഥ ഇഷ്ടമാണെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്, അടുത്ത കഥ വരുമ്പം പറയണം. പക്ഷേ ഞാൻ പറയാറില്ല, കാരണം അതൊരു മടിയാണ്. ഇപ്പോൾ ആ കഥ മാത്രമല്ല, ചില സമയത്ത് ഈ പറഞ്ഞാൽ നമുക്ക് ചില ഇപ്പോൾ കുറച്ചൊരു ജനശ്രദ്ധ കിട്ടി അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിച്ചു എന്നുള്ളത് ചില സമയത്തെങ്കിലും ഒരു ലിമിറ്റേഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം എഴുതുന്ന സമയത്ത് തന്നെ ഇതെങ്ങനെ വായിക്കപ്പെടും, അല്ലെങ്കിൽ കാരണം ആദ്യം കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ ഒരു പുസ്തകമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ബാഗേജ് ഇല്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള കഥകൾ എഴുതാം. ഇപ്പോഴും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതുന്നു എന്നുള്ളതല്ല, പക്ഷേ എന്നാൽ പോലും ആ ഒരു ബാഗേജ് ചില സമയത്തെങ്കിലും മനസ്സിൽ വരാറുണ്ട് ആ ഒരു ഇത്. പിന്നെ പുസ്തകം വിറ്റുപോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എനിക്കൊരു വരുമാന മാർഗമായിട്ട് ഞാൻ കാണാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ പുസ്തകം കൂടുതൽ വിറ്റുപോകുന്നുണ്ടോ അല്ലെങ്കിൽ. പക്ഷേ എനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ ചില സമയത്തെങ്കിലും പണ്ട് കഥ എഴുതുന്ന സമയത്ത് ഒരു റെസ്പോൺസ് നമുക്ക് അപ്പം തന്നെ കിട്ടുമായിരുന്നു. ഇപ്പം വാട്സാപ്പ് വഴിയുള്ള അല്ലെങ്കിൽ എൻ്റെ നമ്പറുള്ള കുറച്ച് ആൾക്കാർ പറയുന്നതല്ല, അതിങ്ങനെ ജനറലി കിട്ടുന്ന ഒരു റെസ്പോൺസുകൾ കുറച്ച് കുറവാണെന്നുള്ളൊരു ആ ഒരു നഷ്ടബോധം തോന്നാറുണ്ട്. അല്ലാതെ വിൽപ്പന എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് വലിയ ഞാൻ വിൽപ്പനയിൽ ചോദിച്ചില്ല. എൻ്റെ ചോദ്യം കറക്റ്റ്ലി പോയിന്റിലേക്ക് എത്തിച്ചാൽ, അതായത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഉടനടി നമുക്കിതിൻ്റെ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ ഒരു സംഗതി തന്നെയാണ് ഞാൻ ചോദിച്ചത്.
അതിനൊരു ഈ പറഞ്ഞ പോലെ പക്ഷേ ഇപ്പം കുറേ ആൾക്കാർ ഇപ്പോൾ നമ്പറൊക്കെ കയ്യിലുള്ളത് കൊണ്ട് അവർ നേരിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം സുഹൃത്തുക്കൾ അങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നു പറഞ്ഞാൽ അങ്ങനെയൊക്കെ അയച്ചു തരാറുണ്ട്. ഇപ്പം സലീം ഷെരീഫൊക്കെ അങ്ങനെ ചില സമയത്ത് ചില തങ്കപുഷ്പൊക്കെ വന്ന സമയത്ത് കുറേ അങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അറിയാറുണ്ട്. അത് അറിയാറുണ്ട്, നമ്മൾ നേരിട്ട് ഇടപെടാറില്ല എന്നുള്ളൂ മാത്രമേ ഉള്ളൂ ഇപ്പോഴല്ലേ. ഇതൊരു ശീലമായിട്ട് മാറി എന്നുള്ളത്. ഞാൻ പച്ചാട്ടിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. പച്ചാട്ടിൻ്റെ ടൈറ്റിലുകളൊക്കെ ഭയങ്കര രസമാണ്. അതിരഴി സൂത്രം, ഏറ്റവും പുതിയ കഥയായ തുന്നൽ. തുന്നലൊക്കെ വായിക്കുമ്പോൾ ഈ കഥയ്ക്ക് വേറൊരു ടൈറ്റിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇതല്ലാതെ ഈ കഥയ്ക്ക് വേറെ ടൈറ്റിൽ എവിടെ ഇല്ല എന്നാണ് തോന്നാറ്. അപ്പം പച്ചു ഈ കഥയ്ക്ക് ടൈറ്റിലുകൾ മുന്നേ തീരുമാനിക്കാറുണ്ടോ? അപ്പം ഞാൻ NS മാധവനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കേട്ടത്, അതായത് മൂപ്പരൊരു കഥ എഴുതുമ്പം ഒരു 50 ആദ്യ വാക്കൊക്കെ എഴുതി വെക്കുന്നു. കഥയുടെ തുടക്കത്തെ ആദ്യത്തെ വാക്ക് 50 എണ്ണമൊക്കെ എഴുതി വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒന്നാണ് പിക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത്ര സൂക്ഷ്മമായിട്ട് കഥ എഴുതുന്ന ആളുകളുടെ നാടാണ്. അപ്പം ഇതേപോലെ ടൈറ്റിലുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും രഹസ്യ പരിപാടികളുണ്ടോ? ഞാൻ ടൈറ്റിൽ ഇടാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ടൈറ്റിൽ ഞാൻ കുറേ സമയം വിനിയോഗിക്കലുണ്ട് സത്യത്തിൽ. ചില ടൈറ്റിലൊക്കെ നമുക്ക് വേഗം കിട്ടും. ചിലത് ടൈറ്റിൽ കിട്ടാതെ കുറേ ദിവസം അന്തും കുന്തില്ല നടന്ന ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടൈറ്റിലൊക്കെ വരുന്നപ്പം അബിൻ ജോസഫിന് എടുക്കാം. നമുക്ക് അബിൻ ജോസഫ് ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്താടാ പുതിയ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും നെല്ലിക്കാമ്പയിൽ നിഗൂഢത കഥ. അപ്പം എനിക്ക് ഭയങ്കര ടൈറ്റിൽ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, കഥ എന്താണെന്ന്. അപ്പോൾ എനിക്ക് എന്താണ് കഥ, അല്ല കഥ എഴുതണം അതാണ്. അപ്പം നമുക്ക് അങ്ങനെയും കഥയ്ക്ക് ടൈറ്റിൽ ഇടാം. അപ്പം എന്നെ സംബന്ധിച്ച് പിന്നെ എഴുതണ സമയത്ത് ചിലപ്പോൾ ടൈറ്റിൽ വരും. പിന്നെ 2 ടൈറ്റിൽ, അതിരഴി സൂത്രത്തിന് ശരിക്കും 2 ടൈറ്റിൽ ഉണ്ടായിരുന്നു. ഞട്ടപ്പോൾ എഴുതി പൂർത്തിയായപ്പോൾ 2 ടൈറ്റിൽ കയ്യിലുണ്ട്. എനിക്ക് കൺഫ്യൂഷനായി ഇത് ഏതിടണം എന്നുള്ളത്. അപ്പം അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ ഇതുപോലെ അബിൻ ജോസഫിനെയോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളൊരു അഭിലാഷ് വസന്തഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്, മൂപ്പരോട് ഞാൻ ഈ 2 ടൈറ്റിൽ ബിഷർ ഇവർക്കൊക്കെ 2 ടൈറ്റിൽ അയച്ചിട്ട് ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കും. എന്നിട്ട് അതിലൊരു ടൈറ്റിൽ എടുക്കുകയാണ് ചെയ്യാം സാധാരണ. ചിലപ്പം നമുക്ക് കഥ കഥയും ഒക്കെ നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം ചിലപ്പോൾ ടൈറ്റിൽ അപ്പം തന്നെ നമുക്ക് കിട്ടും. തുന്നൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമാറില്ല. തുന്നൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ടൈറ്റിലാണ്. കാരണം ഞാൻ ആ കഥ എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ ആലോചിച്ച് ഈ ടൈറ്റിൽ മാറ്റാൻ വേണ്ടിയിട്ട്. തുന്നൽ എന്നുള്ള ടൈറ്റിൽ അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാനത് തിരിച്ചു കഥ നിങ്ങൾ ആലോചിക്കണം. കഥ എഴുതി കംപ്ലീറ്റ് ആയി, ഇനി കഥയിലൊന്നുമില്ല, നമുക്ക് ചെയ്യാനൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാൻ, നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ചെയ്യാണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ കാര്യം നമ്മളെ ഇതിൽ എല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്. ടൈറ്റിൽ വേണം. തുന്നലിട്ട് ഞാൻ മെയിൽ ചെയ്യാൻ വേണ്ടി മെയിൽ ഓപ്പൺ ആക്കും. തുന്നലൊരു സുഖമില്ലല്ലോ, ഇതിൻ്റെ ടൈറ്റിലൊന്ന് മാറ്റണമല്ലോ. പിന്നെ ഞാൻ ഇരിക്കും എന്താ ഒരു പുതിയ ടൈറ്റിൽ. സത്യം പറയുകയാണെങ്കിൽ ടൈറ്റിലേക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആ തുന്നലിട്ടത്. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഈ വായിക്കുന്ന ആൾക്കാർ അതിനെ സമീപിക്കുക എന്നുള്ളതാണ്. ഇപ്പം തുന്നൽ വായിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതിന് ഇപ്പോൾ റിഹാൻ പറഞ്ഞ അതേപോലെ തന്നെ. ഇപ്പോൾ റിഹാൻ ഇവരെല്ലാവരും സത്യസന്ധമായിട്ടാണ് പറയണത്, നമ്മൾക്ക് വേണ്ടിയിട്ട് ഒന്നും പറയല്ല, അവർ വായിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ പറയണത്. ഇതിന് ഇതല്ലാത്ത വേറെ ടൈറ്റിൽ ഇല്ലയാണ്. അപ്പം സംഭവം സത്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് വേറെ ടൈറ്റിൽ കിട്ടാഞ്ഞത്. അങ്ങനെ തെരഞ്ഞിട്ട് കിട്ടാഞ്ഞത് അതിനോട് ചേർന്ന് നിൽക്കണ ടൈറ്റിൽ അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ ആ കഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ള കഥയാണ്. കാരണം നമ്മൾ അതൊരു മോർച്ചറി സംബന്ധമായിട്ടുള്ളൊരു കഥയായിരുന്നു. പിന്നെ നമ്മളാ സുഹൃത്ത് മരിച്ചിട്ട്, അതായത് 2 ദിവസം മുന്നേ വരെയുള്ള ആൾ മരിച്ചിട്ട് പിറ്റേന്ന് ഞങ്ങളാണ് മെഡിക്കലിലേക്ക് കൊണ്ടുപോകുന്നതും. അവിടെ എത്തിയപ്പോൾ മോർച്ചറിയിൽ അതുവരെ ഞാൻ മോർച്ചറി കയറിയില്ല. ഞാനാണ് മോർച്ചറി കയറിയിട്ട് ഈ പറഞ്ഞ മാതിരി പിന്നെ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. നമുക്ക് എന്താ പറയുക, 2 ദിവസം മുന്നേ വരെ നമ്മളെ കൂടെയുള്ള ആൾ പെട്ടെന്ന് അതും സൂയിസൈഡ് ചെയ്തതാണ്. അപ്പം ഞങ്ങൾ 1-2 ചങ്ങായിമാർ കൂടിയിട്ടാണ് ഇത് എല്ലാം അങ്ങോട്ട് മറ്റേ അവിടുത്തെ ആൾക്കാർക്ക് അങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട്. അപ്പം ഒരു ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഒരു വിഷയമാവില്ല, കാരണം അവർ പഠിച്ചത് അതാണല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, സാധാരണക്കാരനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു
അപ്പം ഞാൻ അന്ന് അവിടുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ഒരു ഇത് ചെയ്യണ ഒരാളും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട നമ്മൾ ചങ്കിലേക്ക് ചേർത്ത് വെക്കണ ഒരാൾ മരിച്ചിട്ട് മുന്നിലെത്തുമ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞാൻ അന്ന് ആലോചിച്ച്, അങ്ങനെയാണ് ശരിക്കും ആ തുന്നലിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ഇതുണ്ടായത്. ഞാൻ ടൈറ്റിൽ പറഞ്ഞപ്പം പറഞ്ഞെന്നുള്ളൂ. പിന്നെ ആശ് നേരത്തെ പറഞ്ഞു കഥ ഒന്ന് കൂട്ടിച്ചേർക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. നേരത്തെ പിന്നെ വായനനെ പറ്റി പറഞ്ഞ കഥ, ഇപ്പം എന്നോട് പ്രത്യേകം എൻ്റെ നാട്ടിലത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് അന്വേഷണം പറയാം, നിങ്ങളെ കഥ വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇത് ഞാൻ ചുമ്മാ പറയണതല്ല, വിപിൻ എന്നാണ് അവൻ്റെ പേര്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഒരു അന്വേഷണം പറയണം എന്നുള്ളത്. കഥ വായിച്ച് ഇഷ്ടപ്പെട്ട ആളാണ്. എന്തായാലും തുന്നലിൽ വേറൊരു ടൈറ്റിൽ എനിക്ക് തോന്നുന്നത് ചില പ്രകൃതി നടത്തിയ ഗൂഢാലോചനയാണ് അതെന്നാണ് ഈ തുന്നലിന് വേറൊരു പേരും ഇല്ലാതിരിക്കുന്നത്. പ്രകൃതിയുടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ വീണ്ടും ബിനിഷേട്ടിലേക്ക് വരാം. ബിനിഷേട്ടാ, ഞാൻ നിങ്ങളെ വീണ്ടും പ്രകോപിപ്പിക്കുകയാണ്. അതായത് ഈ മധുരവേട്ട എന്ന് പറയുന്ന കഥയിൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളൊരു രീതി സ്വീകരിച്ചിട്ടുണ്ട്. മധുരവേട്ട എന്ന് പറയുന്ന നോവലില് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളത്. അപ്പം ചോദ്യം ഇങ്ങനെയാണ്, ഈ സ്ത്രീകൾ ശരിക്കും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും? ഒരു സ്ത്രീയോട് ഇരിക്കുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്നും എഴുതിയ ഒരു നോവലാണ്. അപ്പം നോവലിസ്റ്റിന് പറയാലോ. നോവലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അയാള് പ്ലംബർ ആവും, അയാള് പിന്നെ ചരിത്രകാരനാകും, അയാളെല്ലാമാണ്. അപ്പം അങ്ങനെ ചോദിച്ചതാണ്. ഇത് എനിക്ക് തോന്നുന്നു മധുരവേട്ട ഇറങ്ങിയപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അർദ്ധ ഫെമിനിസ്റ്റുകളാണ്. അതിൽ സംശയമൊന്നുമില്ല. കാരണം ഇതാണോ ഫെമിനിസം എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും. പക്ഷെ ഒരിക്കലും നമ്മൾ എഴുതുന്ന സമയത്ത് ഇത് ഫെമിനിസമാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു സിദ്ധാന്തമാണ് എന്നൊക്കെ കരുതിയല്ല നമ്മൾ എഴുതുന്നത്. അത് ഫെമിനിസമേ അല്ല. എനിക്കറിയില്ല അത് ഫെമിനിസമാണോ എന്നുള്ളത്. ഒന്ന്. രണ്ടാമത്, അതിലെ ഭൂരിപക്ഷ ഭാഗവും എൻ്റെ തന്നെ പെൺ സുഹൃത്തുക്കളുടെ കഥകളാണ്. ഇപ്പോൾ ചോദിച്ചില്ലേ പല്ലിന് പല്ല്, അതിൽ ബസ്സിന്ന് അനുഭവം ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു പെൺ സുഹൃത്തുണ്ട്, സ്തംഭിച്ചു പോയി. അപ്പം ഞാൻ ചോദിച്ചത് പ്രതികരിച്ചുകൂടായിരുന്നോ? പക്ഷെ അവർക്ക് പറയുന്നത് പ്രതികരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആദ്യമായി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത, എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകയായിട്ടുള്ള വളരെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായി നേതൃത്വത്തിലേക്ക് വഹിക്കുന്ന ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിച്ചപ്പോൾ പെട്ടെന്ന് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു എന്നിട്ട് ഉള്ളിങ്ങനെ നീറുകയാണ്. എന്നിട്ടാ പറയുന്നത് അവൻ നരകിച്ചേ ചാവൂ എന്നാ എന്നോട് പറഞ്ഞത്. കാരണം അപ്പം ഉള്ളിലുണ്ട് അവന് അത് സംഭവിക്കണം ഇങ്ങനെയൊക്കെ. കാരണം ആദ്യമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് എത്രത്തോളം ആഴമുള്ളതാണെന്ന് നമുക്ക് അതിലൂടെ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രതിരോധത്തിനുള്ള ആഗ്രഹങ്ങൾ എല്ലാവരിലും ഉണ്ട്. എന്നാൽ സാഹചര്യം കൊണ്ടോ ചില ഭയം കൊണ്ടോ അത് പുറത്തെടുക്കാനാവില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ആ മധുരവേട്ടയിൽ തന്നെ വന്നിട്ടുള്ള പല ഭാഗങ്ങൾ, തട്ടുകടയിൽ നിന്ന് ദോശ രാത്രി 12 മണിക്ക് ശേഷം കഴിക്കുക എന്നതായിരുന്നു എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചൊരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോഴും അവൾക്കത് സാധ്യമായിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. ഒരുപക്ഷെ അത് സാധ്യമാകാതെ അവൾ മരിച്ചു പോയേക്കാം. മറ്റൊന്ന്, ഈ പുൽപ്പള്ളി, ഈ വേട്ടയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തത് പുൽപ്പള്ളിയിലെ കാടാണ്. ഞങ്ങളൊരു ടൂറ് പോയ സമയത്ത് എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടി പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കാട്ടിലൊക്കെ എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങാം, പക്ഷേ എനിക്കൊരു വേട്ട ഒക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. അതെങ്ങനെ നടക്കും? അവളും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്ന് അത് സാധ്യമാകാതെ മരിച്ചു പോകുന്ന അനേകം ആളുകൾ, അനേകം സ്ത്രീകൾ, അനേകം മനുഷ്യർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, എന്നാൽ സാഹചര്യം കൊണ്ട് അതൊന്നും സാധ്യമാകാതെ. എഴുത്തിൽ സജീവമായ മനുഷ്യരെ നമുക്കറിയാം, സ്ത്രീകളെ. പെട്ടെന്നൊരു ദിവസം എഴുത്തിൽ നിന്നെല്ലാം പോയി നിശബ്ദരാകുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഒരുപാട് ആളുകൾ എഴുത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. സ്വാഭാവികമായിട്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളെ സംബന്ധിച്ച് ഇതിനൊക്കെ ഇപ്പോൾ ഏത് ഭാഗം പ്രസിദ്ധീകരിക്കുമ്പോഴും, ഇപ്പോൾ പ്രേമനഗരം എഴുതിയ സമയത്തും എനിക്കിപ്പം അക്ഷത പറഞ്ഞല്ലോ, ഒരു സ്ത്രീ എഴുതുന്ന സ്ത്രീയും പുരുഷൻ എഴുതുന്ന സ്ത്രീയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് കുറച്ച് സ്ത്രീകൾ വായിച്ചിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം അറിയണം. അപ്പം പ്രേമനഗരം ഇറങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് സ്ത്രീകളെ, ഒരു 5 പേരുടെ സുഹൃത്തുക്കളെ കൊണ്ട് അത് വായിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എഴുതിയ ചില പൊട്ടത്തെറ്റുകൾ, ഇങ്ങനെയൊന്നും സ്ത്രീകൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യില്ലടാ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു 4-5 പേരുടെയും സമാനമായ അഭിപ്രായം വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാഗം അത് തിരുത്തി, അത് വെട്ടിയിട്ട് അത് ഏഡ് ചെയ്തിട്ടാണ്, ഇത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നതിന് മുമ്പ് അത് വെട്ടിയിട്ടാണ് വീണ്ടും അത് പ്രൂഫിന് വെട്ടിയിട്ടാണ് കൊടുക്കുന്നത്.
അപ്പം മധുരവേട്ട ഇറങ്ങിയ സമയത്തും അത് വായിച്ചിട്ടുണ്ട് കുറച്ച് പേര്. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ഇതിലുണ്ട്. അപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് അത്തരം അവരുടെ കൂടി അനുഭവ ലോകങ്ങളെ എങ്ങനെ നമുക്കൊരിക്കലും ഇപ്പോൾ സദാചാരത്തിനെതിരെ വലിയ പ്രസംഗവും ഇതൊക്കെ എഴുതുന്ന എന്നിലും നമ്മളിലെല്ലാം അങ്ങേയറ്റത്ത് പുരുഷാധികാരവും സദാചാരവും ഒക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ച് പുറത്തു വിടുന്നതിനുള്ളൂ. ഓരോ സാഹചര്യത്തിനാണ് നമ്മുടെ സാധാരണ. ചില ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ സദാചാരവാദിയായി ഞാനാണോ പ്രേമനഗരം എഴുതിയതെന്ന് സ്വയം വിമർശനാത്മകമായി ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യനിലെ സദാചാരം വ്യത്യസ്തമാണ്. നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ഇത് പറഞ്ഞാൽ നമുക്കുള്ളിൽ എവിടെയോ നൂറ്റാണ്ടുകളായി ചങ്ങലയായി ഒളിഞ്ഞു കിടക്കുന്ന സദാചാരത്തിൻ്റെ കണ്ണികളുണ്ട്. അത് ചില സമയത്ത് പുറത്തു വരും. അപ്പോൾ നമ്മൾ എഴുതുന്ന സ്ത്രീകളിലും പുരുഷാധികാരത്തിൻ്റെയും സദാചാരത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ കടന്നു വന്നേക്കാം. ഒരുപക്ഷെ മധുരവേട്ടയിലും പ്രേമനഗരത്തിലൊക്കെ ഞാൻ അറിയാതെ എന്നിലുള്ള പുരുഷാധികാരത്തിൻ്റെ സ്വത്വങ്ങൾ മാധവിലൂടെയും മറ്റാളുകളിലൂടെയും ഒക്കെ കടന്നു വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കാനാണ് ഞാൻ സ്ത്രീകളെ കൊണ്ട് അത് വായിപ്പിക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആഷി ചോദിച്ചത് പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ടേ എന്നുള്ളതാണ്. ആഷി ഇവിടുന്ന് സ്വകാര്യമായിട്ട് ചോദിച്ചു. അതെ, ഇപ്പം ഏറ്റവും വലിയ മലയാളത്തിൽ സിനിമ എടുക്കാൻ എല്ലാവർക്കും പേടിയാണെന്നാണ് പറയുന്നത്. കാരണം ഇത് സ്ത്രീകളില്ലാത്തത് കൊണ്ട് ഭ്രമയുഗം കാണില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നമ്മളെ ഒരു കാര്യം എപ്പോഴും ഇപ്പോൾ പൊളിറ്റിക്കൽ എന്താണ് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്നുള്ളൊരു നമുക്ക് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതുമായി ബന്ധപ്പെട്ട അത്തരം രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരെ കൊണ്ട് വായിപ്പിക്കുകയോ തിരുത്തുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കറക്റ്റ്നെസ് ചിലപ്പോൾ മറ്റാളുകൾ അതേപടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മധുരവേട്ട എഴുതുന്ന സമയത്ത് ഞാൻ ഫെമിനിസമോ അല്ലെങ്കിൽ സ്ത്രീ സിദ്ധാന്തമോ മറ്റെന്തെങ്കിലും ആലോചിച്ചല്ല. പക്ഷെ അത് ഫെമിനിസ്റ്റുകളെ എന്ന് ഞാൻ പറയുന്നില്ല, അർദ്ധ ഫെമിനിസ്റ്റുകളെ അത് വല്ലാതെ ചൊടിപ്പിക്കുകയും ഇതല്ല പെൺകുട്ടികളെ പേന്റിട്ട് നടത്തിക്കുന്നതാണോ ഈ നോവൽ ഫെമിനിസം, പെൺകുട്ടികളെ കാട്ടിൽ കയറ്റി വേട്ടക്ക് ആയാൽ അത് ആണും പെണ്ണും സമമായെന്നാണോ നിങ്ങളുടെ വിചാരം എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയച്ച ആളുകളുണ്ട്. നമ്മൾ എഴുതുന്ന സമയത്ത് ഇതൊന്നും അല്ലല്ലോ. അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ അറിയും. നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരുപക്ഷെ മറ്റൊരാൾക്ക് അത് അതിന് വിരുദ്ധമായി തീർന്നേക്കാവുന്നതാണ്. എന്നാൽ സാമൂഹികമായ ക്രമം അനുസരിച്ചുള്ള നമ്മൾ ചിന്തിക്കുന്ന രാഷ്ട്രീയ ബോധ്യമുള്ള ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു ചിന്തകൾ കൂടി അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് മാത്രം. അത് ഫുൾ കറക്റ്റാണോ എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, വായനക്കാരും മറ്റുള്ളവരും കൂടിയാണ്. എനിക്ക് തോന്നുന്നത് ഞാനിതിനെ കൂട്ടിച്ചേർക്കുന്ന കാലമായിരിക്കും ഇതൊക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാലമായിരിക്കും ഇതിനൊക്കെ ഉത്തരം നൽകാന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പറയുമല്ലോ, കാലമാണ് ആത്യന്തികമായ നിരൂപകൻ. ഇപ്പോൾ എൻ മോഹനൻ ഒരിക്കൽ എടുത്തു നോക്കൂ, ഒരിക്കൽ 25 വർഷം മുമ്പ് എഴുതപ്പെട്ടൊരു നോവലാണ്. അക്കാലത്ത് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. എന്നാൽ ഏറ്റവും യൂത്തിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം കാലത്താണ് അത് ആഘോഷിക്കപ്പെടുകയും അത്രയും കോപ്പികൾ പോവുകയും ആളുകൾ മുഴുവൻ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാലം തീരുമാനിക്കും. നമ്മൾ ഒരു ഏത് സാഹിത്യം നിലനിൽക്കണമെന്ന് ആര് നിലനിൽക്കുന്നത് തീരുമാനിക്കുന്നത് കാലമാണ് നിരൂപകൻ. ഞാൻ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ചോദ്യം ഞാൻ വിനോദേട്ടനോടാണ് ചോദിക്കുന്നത്. വിനോദേട്ടൻ 2 തലമുറയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ 2 തലമുറയെ കണ്ട ഇടപെട്ട ആളുകളാണ്. നമുക്കൊക്കെ തൊട്ട് മുൻപുള്ള തലമുറയും ഇപ്പോഴുള്ള തലമുറയും. അപ്പം ഈ പുതുകാലത്തെ വായനയെ എങ്ങനെയാണ് പിന്നെ വിനോദേട്ടൻ കാണുന്നത്? പുതുകാലത്തൊരു വായനയെ എങ്ങനെ വിനോദേട്ടൻ നോക്കിക്കാണുന്നത്? ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഞാനൊരു 30 വർഷങ്ങൾക്ക് മുമ്പ് മലയാളം പഠിച്ച് ലൈബ്രറിയിൽ പോകാൻ തുടങ്ങിയ സമയത്ത് അവിടെ പങ്കെടുത്ത ആദ്യ ചർച്ചയിൽ ഞാൻ കേട്ടത് വായന മരിച്ചു എന്നാണ്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായനക്കാരും പ്രസാധകരും എഴുത്തുകാരും ഈ തർക്കത്തിൽ ആശങ്കാകുലർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം മുമ്പ് വായിച്ചതിനേക്കാൾ ഇരട്ടി ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റേഷ്യോ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ പുതിയ കാലത്തും ഈ വായന എന്ന് പറയുന്ന സംഗതി തീർച്ചയായിട്ടും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ 2 സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, നമ്മളിപ്പോൾ ഒരു റിയൽ ജനറേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഒരു 9:16 അല്ലെങ്കിൽ 4:5 4:6 ഒക്കെയാണ്. ഇപ്പോൾ ഹിന്ദു എന്ന പത്രം 2 വർഷം മുമ്പ് ഇൻസ്റ്റാ സൈസിലേക്ക് അവരുടെ പരസ്യങ്ങൾ ക്രമീകരിക്കുക, അവരുടെ കോളങ്ങൾ ക്രമീകരിക്കുക. അപ്പോൾ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റേഷ്യോയിലേക്ക് അത് കൊണ്ടുവരുന്നു. ഈ പുസ്തകം എന്ന് പറയുന്ന ഈ ആർട്ട് ഫോം അതന്നെ ഇറ്റ് സെൽഫ് ഒരു ആർട്ട് ഫോമാണ്. അത് ഒരു ഒഴിഞ്ഞ പുസ്തകമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഈ ഒരു റേഷ്യോയിലാണുള്ളത്. അതുകൊണ്ട് അത് ഭയങ്കര ഹാൻഡിയാണ്, ഭയങ്കര സയൻറ്റിഫിക്കാണ്. അപ്പോൾ അത് നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടാബിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഓൺലൈനിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ
പുസ്തകങ്ങൾ ആളുകൾ വായിക്കുന്നത്. ഇപ്പോൾ പുസ്തകത്തിൻ്റെ വിപണിയുടെ ഒരു കണക്കെടുത്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഈ അടുത്ത് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ തന്നെ പുസ്തകങ്ങൾ മുമ്പ് ഈ തലമുറയിൽ ഇതേ പ്രായത്തിൽ എഴുതിയിരുന്ന ആളുകളെക്കാൾ കൂടുതൽ കുറഞ്ഞ സമയം കൊണ്ട് വിറ്റ് പോകുന്നു എന്നുള്ളത്, വായിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത് കാര്യമാണ്. പക്ഷേ വായിക്കാനുള്ളൊരു ടെൻഡൻസി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ആ ടെൻഡൻസി അത് ഒരു മനുഷ്യ സഹജമായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് റീഡിങ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നത് ഈ ഒരു മനുഷ്യൻ എന്തിനാണ് വായിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം അത് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താനുള്ള ഒരു വാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മനുഷ്യർ വായിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് വായന ഒരു നമ്മൾ പല്ല് തേക്കുന്നത് പോലെയോ ഭക്ഷണം കഴിക്കുന്നത് പോലെയോ ഒരു ഒരു നമ്മുടെ ഉള്ളിലൊരു ടെൻഡൻസിയാണ്. ആ ടെൻഡൻസി നമ്മൾ ഒരു കൾച്ചറായി മാറുകയും ആ കൾച്ചർ ഒരു സമൂഹത്തിൻ്റെ വലിയ ഒരു റിവോൾട്ടായി മാറുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇത്രയും പുസ്തകങ്ങൾ ഇതുപോലുള്ള ടോക്കുകളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ വായന എന്ന് പറയുന്ന സംഗതി അത് പലതരം ഭാവുകത്വങ്ങൾ വായിക്കാൻ കിട്ടുന്നുള്ള ഒരു ആഹ്ലാദം ഇന്ന് പുതിയ വായനക്കാർക്കുണ്ട്. മുമ്പ് നമ്മൾ രാഷ്ട്രീയം എഴുത്തിൽ വേണോ, അല്ലെങ്കിൽ പ്രണയം വേണോ, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി വേണോ, ബൈസെക്ഷുവാലിറ്റി വേണോ, ഇപ്പം നേരത്തെ ശബ്ദങ്ങളെക്കുറിച്ച് പറഞ്ഞു. ശബ്ദങ്ങളെക്കുറിച്ച് ആ കാലത്ത് ഭയങ്കര വിവാദമായിരുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ്. ഓരോ എഴുത്തുകാരനും അവൻ്റെ ബോധ്യത്തിൽ നിന്ന് എഴുതുകയും ആ ബോധ്യം വായിക്കാനുള്ള ട്രൈബ് ഓഫ് റീഡേഴ്സ് ആ വായനക്കാർ ആ എഴുത്തുകാരൻ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ എഴുത്തുകാരുണ്ടാവുന്നതോട് കൂടിയിട്ട് വേറെ എഴുത്തുകാരുടെ വായനക്കാരല്ല ആ എഴുത്തുകാരൻ കിട്ടുന്നത്, അവൻ്റെ ട്രൈബ് ഓഫ് റീഡേഴ്സിനെ ആ എഴുത്തുകാരൻ കണ്ടെത്തുകയാണ്. അങ്ങനെ ഓരോ എഴുത്തുകാരനും വായനക്കാരനും അവൻ്റേതായ കസാര വലിച്ചിട്ടിരുന്ന് എഴുതാനും വായിക്കാനും ഉള്ളൊരു സ്പേസ് പുതിയ കാലം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അൽഗോരിതത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ഒക്കെ പറയുമ്പോൾ പോലും ഈ വായന പലതരത്തിലുള്ള വായന, ഇപ്പോൾ വായന നമുക്ക് പ്രതിലോമകരമായ വായനയുണ്ട്. ഇപ്പോൾ ഗോഡ്സെ എന്ന് പറയുന്ന ആൾ ഭയങ്കര വായനക്കാരനായിരുന്നു. അദ്ദേഹം ഗാന്ധി വായിച്ചതിനേക്കാൾ കൂടുതൽ പുസ്തകം വായിച്ചിട്ടുള്ള ഒരാളാണ്. ഗാന്ധിയെ കൊല്ലാൻ പോകുന്നതിൻ്റെ ഏതായാലും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മുമ്പേ പോലും അദ്ദേഹം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടാളി പറയണത് അപ്പോൾ സമയം നമുക്ക് പോവാം, അവിടെ കൊല്ലേണ്ട സമയമായി. അപ്പോൾ ഉള്ളവരാ ഒരൊറ്റ പേജ് കൂടി ഉണ്ട്, ഞാൻ അതൊന്ന് വായിച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. അപ്പോൾ വായന ഒരാളെ മാറ്റിമറിക്കുന്നോ, ഒരു പുസ്തകം ഒരാളെ മാറ്റിമറിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മളെ ആനന്ദിപ്പിക്കുന്ന എന്തോ ഒരു സംഗതി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ആളുകൾ വായിക്കുമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അത് അങ്ങനെ സംഭവിക്കുന്നത് തന്നെയാണ് ഇത്രയും കാലത്തെ വായന മരിച്ചു എന്ന് പറയുന്ന ഈ രോദനങ്ങൾ കേട്ട് പഴകിയ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാകും. അതായത് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം വായനകൾ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഫോമുകൾ മാറിയേക്കാം എന്നായിരിക്കും അല്ലേ, അതിൻ്റെ രീതികൾ. അതായത് പുസ്തകങ്ങൾക്ക് പകരം ചിലപ്പം ഇ ബുക്ക് വായിക്കാം, കേൾക്കാം, FM ഇതുപോലെയൊക്കെയുള്ള കേൾക്കാം, കുക്ക് FM പോലുള്ള, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ല് പോലുള്ള, അങ്ങനെ കേൾവിയും കൂടെ ചേരും എന്നായിരിക്കും അല്ലേ. അങ്ങനെ ഇത് നിലനിന്ന് പോകുന്നല്ല പറയുന്നത്. അല്ല, പുസ്തകം തന്നെ നിലനിൽക്കുന്നത് തോന്നുന്നു. ഞാൻ പുസ്തകത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഒരു വലിയ പ്രസാധകർ, മെയിൻ സ്ട്രീം പ്രസാധകർ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകം 4 കോടിയുടെ പുസ്തകങ്ങൾ വിറ്റുപോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 98 ലക്ഷം രൂപ റോയൽറ്റി കിട്ടിയെന്ന് പറഞ്ഞു. ആ 98 ലക്ഷം രൂപ കൊണ്ട് അദ്ദേഹത്തിന് 30-ാം വയസ്സിൽ ഒരു എഴുത്തുകാരൻ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത്, അത് പുസ്തകം ഇ ബുക്കായിട്ട് വിറ്റതുകൊണ്ടല്ല, അത് പുസ്തകമായിട്ട് തന്നെ അത് വാങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ ഫിസിക്കൽ പുസ്തകം ആയതുകൊണ്ട് തന്നെയാണ് അല്ലേ. താങ്ക് യു. ഇനി ചെറിയ ചോദ്യങ്ങളാണ്. ആഷിൻ്റെ അടുത്താണ് ചോദ്യം. ഇതിൻ്റെ ഒരു തുടർച്ച പോലെയായിട്ടൊരു ചോദ്യമാണ്. സോഷ്യൽ മീഡിയ കാലത്ത് കഥകളേക്കാൾ കൂടുതൽ നോവലുകളാണോ വായിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നോവലുകളാണോ സ്വീകരിക്കപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെൻ്റാണ് എന്ന് തോന്നുന്നു. വായന മരിച്ചു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന പോലെ തന്നെ കവിതാ ബുക്കുകൾ വായിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ വിൽപ്പന സാധ്യത കുറവാണെന്നുള്ളൊരു ആർഗ്യുമെൻ്റ് കേൾക്കാറുണ്ട് കവിതയും കഥയും വെച്ച് നോക്കുമ്പോൾ. പിന്നെ കഥയും നോവലും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നോവലുകളാണ് കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നത് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കഥയ്ക്ക് ഇപ്പോൾ നോവലിൻ്റെ ഒരു ബൂം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കഥാപുസ്തകങ്ങളും ഇപ്പോൾ എൻ്റേതടക്കമുള്ള കഥാപുസ്തകങ്ങളെല്ലാം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ പ്രസാധകർ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, നോവലിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ കഥകളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ കഥാപുസ്തകങ്ങളോ അല്ലെങ്കിൽ കവിതാ പുസ്തകങ്ങളോ കൂടുതൽ വിറ്റഴിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് റീഡേഴ്സിൻ്റെ ടേസ്റ്റിനേക്കാൾ കൂടുതൽ പ്രസാധകർ ചെയ്യുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഒരു റീഡിങ്ങിനെ കുറിച്ചുള്ളൊരു സംഭവം ഞങ്ങൾ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. പഴയ പോലെ ആരും അധികം വായിക്കാൻ പറ്റുന്നില്ല എന്ന് എല്ലാവരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് തോന്നിയൊരു കാര്യം, ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഫോക്കസ്ഡ് റീഡിങ് കുറഞ്ഞു എന്നുള്ളതൊരു സംഭവമാണ്. അപ്പം പണ്ട് കാലത്ത് യക്ഷികൾ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ അപ്രത്യക്ഷമായ പോലെ മൊബൈൽ ഫോൺ വന്നപ്പോൾ നമുക്കൊക്കെ കുറഞ്ഞൊരു സാധനമാണ് ഏകാന്തത എന്ന് പറയുന്നത്. അപ്പോൾ ഏകാന്തമായിട്ടിരുന്ന് വായിക്കുക, അങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് വായിക്കുക എന്നുള്ളത് കുറഞ്ഞു വന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ റീഡബിലിറ്റി കൂടുതലുള്ള പുസ്തകങ്ങൾ ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ റീഡിങ് കുറഞ്ഞു വരുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ കാര്യത്തിലും കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് പല കാര്യങ്ങളുള്ള ടെക്നോളജിയുടെ കാലത്ത്. പക്ഷെ വായന മരിച്ചു പോകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ സാഹചര്യങ്ങളും ജീവിത അവസ്ഥകളൊക്കെ തന്നെയായിരിക്കും ഓരോരുത്തരുടെയും വായനയെ സ്വാധീനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നതല്ല. ഞാൻ ശ്യാമിലേക്ക് വരാം. ശ്യാമിനും ഇതേപോലെ ഇതിനൊരു തുടർച്ച പോലുള്ളൊരു ചോദ്യമാണ്. ഈ സാങ്കേതിക വിദ്യ വളരെ വലിയ രീതിയിൽ ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നേരത്തെ പച്ചാട്ട് പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയത് 2000-ന് ശേഷം അല്ലെങ്കിൽ 99-കൾക്ക് ശേഷം ഈ 24 കൊല്ലം കൊണ്ട് വലിയ സാങ്കേതിക വിദ്യ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ സാങ്കേതിക വിദ്യയിൽ വന്ന വലിയ രീതിയിലുള്ള മാറ്റം ഭാഷയിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് എഴുത്തുകാരന് ഇത് വെല്ലുവിളിയാവും. ഈ സാങ്കേതിക വിദ്യ നമ്മുടെ പലതരത്തിലുള്ള AI പോലുള്ള സാങ്കേതിക വിദ്യകൾ അത് എഴുത്തുകാരന് എന്താ പറയുക, എഴുത്തുകാരൻ്റെ സർഗശേഷിക്ക് എപ്പോഴെങ്കിലും വെല്ലുവിളിയായെന്ന് തോന്നുന്നുണ്ടോ? എഴുത്തുകാരൻ്റെ സർഗശേഷിക്ക് വെല്ലുവിളിയാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എഴുത്തുകാരെന്നല്ല, കുറച്ചുകൂടി പറയാൻ വെച്ചാൽ നമ്മളൊരു ഏതൊരു ആർട്ട് ഫോമിനും കലയിലേക്ക് വരുമ്പോൾ ഇല്ല, എക്ക് കഥകൾ എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മുടെ ചിന്തകൾ എന്ന് വെച്ചാൽ നമ്മുടെ മാത്രം ചിന്ത ആണല്ലോ. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് പോലെ വേറൊരു മനുഷ്യനോ എന്തായാലും അതിലൊരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പം അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടി ടെക്നിക്കലി അല്ലെങ്കിൽ സാങ്കേതികമായി കുറച്ചുകൂടി പൂർണ്ണതയുള്ളൊരു കഥകൾ വരുമായിരിക്കും നിന്ന്. പക്ഷേ ആ ഒരു അനുഭവം, ആ ഒരു ഇമോഷൻ എന്നുള്ള സാധനങ്ങളൊക്കെ മനുഷ്യന്മാർ എഴുതുമ്പോൾ തന്നെയാണ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ചില സമയത്തെങ്കിലും സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം എഴുത്തിനെ സഹായിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഒരു പക്ഷേ പണ്ട് ഒരു ചരിത്രപരമായൊരു കാര്യം തിരഞ്ഞു കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ഇപ്പം പച്ചാട്ട് തന്നെ പറഞ്ഞു, അദ്ദേഹം ശാസ്ത്രം പഠിക്കുന്നത് വീഡിയോ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടാണ്. അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് എൻസൈക്ലോപ്പീഡിയ തപ്പേണ്ട കാര്യം. ഇപ്പോൾ നമുക്കല്ലോ ഒരു കഥ എഴുതുന്ന സമയത്ത്, ഒരു ചരിത്രത്തെ പറ്റി കഥ എഴുതുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ തേടി സമയം കളയുന്നതിനെക്കാട്ടിയും കൂടുതൽ കുറച്ചുകൂടി എളുപ്പമുള്ള പ്രക്രിയയായിട്ട് മാറുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ. അല്ലാതെ നമ്മളൊരു റീപ്ലേസ് ചെയ്യുന്ന സാധനമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നമ്മൾ അതിനെ കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുത്തുമായിട്ട് മുന്നോട്ട് പോകുക, സർഗശേഷിയെ കുറെ കൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നില്ലേ. താങ്ക് യു. ചോദ്യം പച്ചുവിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. പച്ചു, എഴുത്തുകാർക്ക്, സാഹിത്യകാർക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് ഈ സാഹിത്യത്തിലൊരു ഡെഡിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സാമൂഹിക ബാധ്യതയുണ്ടോ? എന്ത് തോന്നുന്നു? സാമൂഹിക ബാധ്യത എന്താ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, എഴുത്തുകാരനൊരു സമൂഹത്തോട് ഇടപെടുന്ന സമൂഹത്തോടുള്ള രാഷ്ട്രീയം, ദുരാചാരങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ കലയ്ക്ക് മാത്രമുള്ളതാണ് എന്നുള്ളതാണ് ബോർഹസ് പറഞ്ഞ പോലെ. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, എഴുത്ത് നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഉള്ളിലൊരു വായനക്കാരുണ്ട് അല്ലേ. ഇപ്പം ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞ ഒരാളും ഇപ്പോൾ ഉള്ളിലുണ്ടാവും. എല്ലാ സമൂഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രതീതികളും ഇപ്പോൾ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ അവരെയാണ് ആദ്യം സംതൃപ്തിപ്പെടുത്താൻ നോക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പം നമ്മളെ ഉള്ളിലുള്ള വായനക്കാരനെ നമ്മൾ ആദ്യം സംതൃപ്തിപ്പെടുത്തും. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്സ്. നമ്മളെ ഉള്ളിലൊരു പൊളിറ്റിക്സ് ഉണ്ടാവും, അയാൾ നമ്മൾ ആദ്യം സംതൃപ്തിപ്പെടുത്തും. അപ്പം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാലം കഴിയുന്നതിനനുസരിച്ച് ഇതൊരു അപ്ഡേഷൻ സംഭവിക്കും. നമ്മളിപ്പോൾ എഴുതുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ എഴുതി കൊണ്ടിരിക്കല്ലോ, വായന നടക്കും, കാഴ്ച അല്ലേ, ആളുകളായിട്ടുള്ള ഇടപെടലുകൾ, അത് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പൊളിറ്റിക്കൽ, ഇപ്പോൾ റിഹാൻ ചോദിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം മുമ്പേ
ഉള്ളൊരു പൊളിറ്റിക്കൽ ഒരു മൂവ്മെൻ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇനി മാറും. ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്, നമ്മളിപ്പം ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള നമ്മുടെ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് നമ്മൾ എഴുതിയ കഥകളൊക്കെ ഇനിയിപ്പോൾ ഒരു 10 കൊല്ലോ 20 കൊല്ലോ കഴിയുമ്പോൾ എങ്ങനെയാണ് ആളുകൾ വായിക്കുക എന്നുള്ളത് പറയാൻ വായിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പം ഇതിന് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയൊരു സാധനം, നമ്മളെ ഉള്ളിലുള്ള വായനക്കാരനെ അപ്ഡേറ്റ് ചെയ്യുക, നമ്മളെ ഉള്ളിലുള്ള സമൂഹമായിട്ട് ബന്ധപ്പെട്ട ആളെ അപ്ഡേറ്റ് ചെയ്യുക, സമൂഹമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ ഉള്ളിലുള്ള എല്ലാ പ്രതീതികളെയും അപ്ഡേറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് വിജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും മനുഷ്യന്മാരല്ലേ. ഏതൊരു കാര്യത്തിലും നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നത് സ്വയം മനസ്സിലാക്കലാണല്ലോ വലിയൊരു കാര്യം, മനസ്സിലാക്കി തിരുത്തലാണല്ലോ വലിയൊരു കാര്യം. തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞ ഇനി 10-20 കൊല്ലം കഴിയുമ്പോൾ നമ്മളിപ്പോൾ എത്ര മുന്നോട്ട് പോയി, ഒരുപാട് മുന്നോട്ട് പോയില്ലേ. ഞാൻ അങ്ങനെ മനസ്സിലാക്കി, ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പം ജെൻഡർ ഇതാണെങ്കിലും സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് അല്ലേ, ഈക്വാലിറ്റിനെ പറ്റിയിട്ടൊക്കെ ഒരു കഴിഞ്ഞ 15 വർഷമായിട്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതിന് മുന്നേ പേടിയായിരുന്നു പല ആളുകൾക്കും അല്ലേ മിനിഷേ? അപ്പം ഈ ഇനിയുള്ള കാലത്ത് ഏതൊക്കെ പിന്നെ വിധത്തിലുള്ള ഒരു മൂവ്മെൻ്റാണ് നടക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ കാലത്തിന് വേണ്ടി കാത്തിരിക്കുക. ലാസ്റ്റ് ചോദ്യമാണ് മിനിഷേട്ടൻ്റെ അടുത്താണ്. മിനിഷേട്ടാ, വളരെ കുറഞ്ഞ വാക്കിൽ ഉത്തരം തരണം. നമുക്കിനി ഇൻട്രാക്ഷനിലേക്ക് പോകണം. ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. മിനിഷേട്ടനോടുള്ള ചോദ്യം അല്ലല്ല, ഇല്ല, ഈ നമ്മൾ ഈ നേരത്തെ ചോദ്യങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഇതും. അത് ഈ ഇൻസ്റ്റഗ്രാം പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആവുന്ന പുസ്തകങ്ങൾക്ക് വലിയ ആയുസില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. നിങ്ങളൊരു നല്ല വായനക്കാരൻ കൂടിയാണ്. ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് വിനീഷേട്ടൻ അതിനെ കാണുന്നത്? തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്ന കാലത്തെ അടയാളപ്പെടുത്തി. ഈ ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് പുസ്തകങ്ങൾ ട്രെൻഡ്? ഇപ്പം 1,00,000 കോപ്പികൾ പെരുമ്പടവത്തിൻ്റെ സങ്കീർത്തനം പോലെ 1,00,000 കോപ്പികൾ പോയത് ഇനി ഇൻസ്റ്റഗ്രാം ഇതൊന്നും ഇല്ലാത്തൊരു കാലത്താണ്. ആ കാലത്തിൻ്റെതായ ഇപ്പം മുകുന്ദേട്ടൻ ഇവിടെ ഇരിക്കുന്നു. ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ എഴുതിയ സമയത്ത് അത് ട്രെൻഡിങ് ആവുക മാത്രമല്ല, കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരാളാണ്. കേരളത്തിലെ യുവാക്കളെ മുഴുവൻ വഴിതെറ്റിച്ചു. ഒരു കാര്യം മൂന്തേട്ടനോട് ഇരിക്കുമ്പോഴേ മലയാളത്തിലെ ആദ്യത്തെ എന്താ പറയാ ഒരു നൃത്തം എന്ന് പറയുന്ന നോവൽ സൈബർ നോവൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഓരോ കാലത്തിൻ്റെതായ അടയാളങ്ങൾ എങ്ങനെയുണ്ടോ ആ കാലത്തിനനുസരിച്ചാണ് സാഹിത്യം മുന്നോട്ട് പോകുന്നത്. അത് ഇപ്പോൾ കാളിദാസൻ എങ്ങനെയാണ് ഈ കാലത്ത് നിലനിൽക്കുന്നത്? അന്ന് ഇതൊക്കെ ഉണ്ടായിട്ടാണോ ട്രെൻഡിങ്? അല്ല, അല്ലേ? അവന് ഓരോ കാലത്തിനനുസരിച്ചും സാഹിത്യം എന്നല്ല, മനുഷ്യ ജീവിതം എങ്ങനെയൊക്കെ ഇപ്പോൾ യാന്ത്രികമായ മനുഷ്യ ജീവിതമാണ്, അന്ധവേഗങ്ങളുടെ ഒരു കാലമാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അടങ്ങുന്ന ചെറു റീലുകൾ അടങ്ങുന്ന കാര്യങ്ങളിലൂടെ പുസ്തകം എളുപ്പത്തിൽ ഈ നിരൂപണം, പണ്ടൊരു നിരൂപണം വരാൻ എത്ര കാലം ഇരിക്കണം. പക്ഷെ ഇന്നൊരു ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ എടുത്താൽ ആ നിമിഷം അറിയാം ഒരു പുസ്തകം എന്താണ് കണ്ടന്റ്. അതിൽ ഫേക്ക് ഉണ്ടെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടാൽ മതി തീരുമാനമാവാൻ. ഒറ്റ സ്റ്റോറി ഇട്ടാൽ മതി. ഒറ്റ സ്റ്റോറി ഇട്ടാൽ മതി. അല്ലെങ്കിൽ എഴുത്തുകാരായിട്ടുള്ള ബന്ധം നോക്കൂ. പണ്ട് മുകുന്ദേട്ടനോ അല്ലെങ്കിൽ പറക്കടോ ആരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ നമ്മൾ എത്ര വർഷം മാസം കാത്തിരിക്കണം. പക്ഷെ ഇന്ന് നേരെ ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ എടുത്ത് ഒന്ന് ജസ്റ്റ് കണ്ട് ഫേസ്ബുക്ക് കണ്ട് ആ നിമിഷം നേരിട്ട് സംവദിക്കാം, നോവലിനെ കുറിച്ച് നേരിട്ട് പറയാം, അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് തോന്നിയത്. നേരത്തെ ശ്യാമനോട് ചോദിച്ച സാങ്കേതിക വിദ്യ എഴുത്തുകാരനെ ബാധിക്കുമെന്നുള്ളത്. ഒരു കാലത്ത് നമുക്ക് പേപ്പറിൽ എഴുതി അത് ടൈപ്പ് പുറത്ത് ചെയ്യാൻ കൊടുത്ത് അത് പ്രൂഫ് നോക്കി, ഞാനും ആദ്യകാലത്ത് അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഫോണിൽ തന്നെ വോയിസ് ടൈപ്പിംഗ് വരെ ഉണ്ട്. നമുക്ക് സംസാരിച്ചിട്ട് അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് വഴി വരും. എത്ര പെട്ടെന്ന് എളുപ്പമാണ്, നമ്മുടെ സമയം കൂടി ലാഭമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് വശം കൂടി ഇതിനൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റന്റിന്റെ കാലം മാറുന്ന സമയത്ത് ഓർക്കുട്ടിന്റെ കാലം ആലോചിച്ച് നോക്കൂ. ഓർക്കുട്ട് നമുക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ട് പോകും. പക്ഷെ അന്ന് അതിൻ്റെതായ ഒരു ഗുണം അതിനുണ്ടായി. ഇപ്പോൾ ഫേസ്ബുക്ക് വന്നു, ഇതും അപ്രത്യക്ഷമാവും. ഇപ്പം ഇൻസ്റ്റ വന്നു, ഇതും പോകും. അടുത്ത കാലത്ത് എന്താണോ അതിനനുസരിച്ച് പുസ്തകങ്ങളും എഴുത്തുകാരൊക്കെ അപ്ഡേറ്റ് ആയി മാറും. നിരന്തരം പുതുക്കപ്പെടും എല്ലാ മേഖലയും. തീർച്ചയായിട്ടും ആ പുതുക്കലാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. പുതിയതാവുക എന്നുള്ളത്. ഇനി ഇൻട്രാക്ഷൻ്റെ സമയമാണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. ആരോ അവിടെ കൈപൊക്കിയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് വിപിൻ. ഇതൊരു ചോദ്യമല്ല, പക്ഷെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം വരില്ല. അതുകൊണ്ട് പിന്നെ ഇത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇന്ന് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ്. അപ്പം അതിലെനിക്ക് ബിനീഷ് പറഞ്ഞതിനുള്ള ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ വ്യക്തികളില്ല, അത് സയൻസ് പോലെ വളരെ ഒബ്ജക്റ്റീവായ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്
ബേസിക്കലി പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. അപ്പം നീതി, തുല്യത എന്നുള്ള 2 ഐഡിയൻ്റെ പുറത്താണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നിൽക്കുന്നത്. അപ്പം അത് ആബ്സല്യൂട്ട് ആണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ചിലപ്പോൾ തീവ്ര നിലപാടായിരിക്കും, പക്ഷേ ഇറ്റ് ഈസ്. അപ്പം ഇന്നത് എന്തുകൊണ്ട് കൂടുതൽ ചർച്ചയാണെന്ന് വെച്ചാൽ, ഒരു ഘട്ടത്തിൽ അന്നും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന സെയിം സംഗതിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ഡിസ്കോഴ്സുകൾ ഉണ്ടായി കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ ഈ ടേം ഒരു ചർച്ചയായി വരുന്നത്. അപ്പം കൂടുതൽ ചർച്ചകളുണ്ടായി, ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ റിലേറ്റീവ് അല്ല, അത് ആബ്സല്യൂട്ട് ആണ്. അതിലൊരു തർക്കത്തിന് സാധ്യതയില്ല. എൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും ബിനീഷിൻ്റെ പൊളിറ്റിക്കൽ ആബ്സല്യൂട്ട്ലി സെയിം ആണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിലെനിക്ക് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ സാഹിത്യം എഴുതുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ പൊളിറ്റിക്കൽ ഒരു ബോധ്യങ്ങളോ ഇതോ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾക്ക്. ഇപ്പം നമ്മൾ ബഷീറിനെ പറഞ്ഞു, ശബ്ദങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മുടെ സാമൂഹികമായ ക്രമത്തിലുണ്ടായ ഒരു അമ്മ എന്ന സങ്കല്പം നമുക്ക് എങ്ങനെയാണ് വളരെമായ ഒരു വിശുദ്ധ സങ്കല്പ രൂപമായിരുന്നു. പക്ഷെ ബഷീർ ശബ്ദങ്ങളിൽ അമ്മ എഴുതിയപ്പോഴോ ഒരു ഭാഗത്ത് മുലയോട്ടുന്ന ചോരക്കുഞ്ഞിനെ ഉറുമ്പുകൂട്ടത്തിലേക്ക് ഇരിക്കുകയും തൊട്ടപ്പുറത്ത് നിന്ന് ജീവിക്കാൻ വേണ്ടി ലൈംഗിക തൊഴിലാളിയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മാതൃത്വം അന്ന് കോലാഹലമുണ്ടായി, നിരോധിച്ചു, ഇതൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് പറയാം, നമ്മുടെ മാതൃത്വ സങ്കല്പങ്ങളിൽ അങ്ങനെയുള്ളൊരു മാതൃത്വം, അതുകൂടി മാതാവാണ്. അങ്ങനെയുള്ള ചരിത്ര സാക്ഷ്യം, രാഷ്ട്രീയ സാക്ഷ്യം, സാമൂഹിക സാക്ഷ്യം ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ച മാതാവ് മാത്രമല്ല മാതാവ്. ഇന്ന് ആലോചിക്കുമ്പോൾ, ഇന്ന് നമുക്ക് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പറയുക, ഒരു കാലത്ത് അത് എഴുതിയോ, പക്ഷെ ഇന്ന് എഴുതുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ ബോധ്യം മാറി, സാമൂഹിക ബോധ്യം മാറി, സാമൂഹിക ക്രമം മാറി, അല്ലേ, നമ്മുടെ വിദ്യാഭ്യാസ ചിന്ത മാറി, ഇതെല്ലാം മാറി. അപ്പോൾ അതിനനുസരിച്ചാണ്. അപ്പോൾ അതിൽ കാലവും വ്യക്തികളും തന്നെയാണ് പ്രധാനം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. എൻ്റെ ഈ ചോദ്യത്തിന് മോഡറേറ്റർ അടക്കം ഉത്തരം പറഞ്ഞാൽ നന്നായി. നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ തർക്കമില്ല. എഴുതിയതല്ല, എഴുതാൻ ആഗ്രഹിക്കുന്ന. ഞാനാണോ പറയേണ്ടത്? എല്ലാവരും ആവാം. ഇതിപ്പോൾ എഴുതാൻ ഒരുപാട് പുസ്തകങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, എൻ്റെ നാടിൻ്റെ ഒരു ചരിത്രം എഴുതണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതായത് കൊയിലാണ്ടിയാണ് ഞാൻ. അവിടെ യു എ ഖാദർക്ക് നിർത്തി, അല്ലെങ്കിൽ യു എ ഖാദർക്ക് അവസാനിപ്പിച്ച ഒരു കാലഘട്ടം മുതൽ ഇങ്ങ് 2000-ൻ്റെ തുടക്കം വരെ എഴുതണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാനതിൻ്റെ ശ്രമങ്ങളിലാണ്. എനിക്ക് ഒരുപാട് റെഫറൻസിൻ്റെ ആവശ്യമുണ്ട്. അതാണ് എൻ്റെ ആഗ്രഹമുള്ളൊരു പുസ്തകം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, പിന്നെ എഴുതാൻ ആഗ്രഹിച്ച പലതും എഴുതാനായിട്ടില്ല, അതുകൊണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ? എനിക്ക് ചോദിക്കാനുള്ള ബിനീഷ് ചേട്ടനോടാണ്. എൻ്റെ പേര് സിബി എന്നാണ്. ബിനീഷ് ചേട്ടനോട് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത്, അങ്ങയുടെ പ്രേമനഗരം എന്ന പുസ്തകത്തിൽ വയനാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രണയിക്കാൻ ഏറ്റവും നല്ല സ്ഥലം മിനി ഊട്ടിയെ വയനാടാണെന്ന് താങ്കൾ പറയുകയുണ്ടായി. ഇപ്പോൾ പലരും നമ്മളോട് ചോദിക്കേണ്ടത് ഏറ്റവും നല്ല സ്ഥലമാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ആ പുസ്തകത്തിൽ വളരെ നല്ല രീതിയിൽ പറയുകയുണ്ടായി. അതേപോലെ താങ്കൾ ആ പുസ്തകത്തിനകത്ത് പ്രണയത്തിൻ്റെ വേദന, പ്രണയത്തിൻ്റെ വിരഹം, പ്രണയത്തിൻ്റെ ഭ്രാന്തി എല്ലാം അതിനകത്തുണ്ടായി. പക്ഷെ അതിനകത്ത് ഒരു പേജ് അതിനകത്ത് ആവശ്യം ഉണ്ടായോ എന്നതാണ് ഒരു സംശയം. ഏത് പേജാന്ന് പറഞ്ഞാൽ ഉപകാരം. പേജ് നമ്പർ എനിക്ക് ഓർമ്മയില്ല. പക്ഷേങ്കിൽ അവരാ നായികയുടെ വീട്ടിൽ വരുന്നതും അത് കഴിഞ്ഞുള്ള ലീലകളിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു, നിങ്ങൾക്ക് എന്നത് പറയാൻ മടിയാവുമ്പോൾ നമ്മൾ എങ്ങനെയാണത് ചർച്ച ചെയ്യാന്നുള്ളതാണ്. അത് പറഞ്ഞോളൂ. ബാത്റൂം സീനുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അത് എനിക്ക് ഇപ്പം അത് പ്രണയത്തിൽ നമുക്കങ്ങനെ അറപ്പ്, വെറുപ്പ് അല്ലെങ്കിൽ അശ്ലീലം ഒക്കെ പ്രണയത്തിൽ കടന്നു വരികയാണെങ്കിൽ അതിനൊരു പരിമിതിയും പരിധിയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ. ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് കാലിൽ ഇരുത്തുന്നത്? കുഞ്ഞിനോടുള്ള നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ കുഞ്ഞിനോടോ അതിനോടോ നമുക്ക് അറപ്പുളവാകാത്തത്. അപ്പോൾ സ്വാഭാവികമായും പ്രണയത്തിൽ അത്രയേറെ നിഷ്കളങ്കത്വം രൂപപ്പെടുമ്പോൾ അതും കേവലമായൊരു ഭക്ഷണ അവശിഷ്ടം മാത്രമായേ കാണാൻ കഴിയൂ എന്നൊരു കാഴ്ച എന്നോട് പലരും ഇത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എഴുതുന്ന സമയത്ത് ഞാൻ ഈ ഒ.വി. വിജയൻ്റെ ഒരു രാമായണത്തെ അധികരിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്. ആ കഥയുടെ പേര് തീട്ടം എന്നാണ്. ശീർഷകം തന്നെ നമുക്ക് രാമായണം ഇന്നത് അദ്ദേഹത്തിന് എഴുതാൻ പറ്റുമെന്ന് അറിയില്ല. ബഷീറിൻ്റെ ശീർഷകം ബ്ർ എന്നാണ്. ബഷീർ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെ ഒരു കഥയാണ്. അതിൻ്റെ ശീർഷകമാണ്. അപ്പോൾ അത്തരം ഇതിലൊക്കെ കടന്നപ്പോൾ നമ്മൾ ആലോചിച്ചു, സ്വാഭാവികവും നിഷ്കളങ്കമായൊരു പ്രണയത്തിൽ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ആലോചിക്കുകയും പ്രണയത്തിൽ അത്തരത്തിലുള്ളൊരു മാറ്റി നിർത്തൽ, ഇന്നേത് മോശമാണ് എന്നൊരു മാറ്റി നിർത്തൽ പ്രണയത്തിന് തന്നെ പ്രതിബദ്ധമല്ലേ?
അത് നിഷ്കളങ്കതയ്ക്ക് ഒരു തടസ്സമല്ലേ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ എഴുതേണ്ടി വന്നത്. അത് എഴുതേണ്ടി വന്നതിൽ എനിക്ക് ഒരു കുറ്റബോധമില്ല. അല്ല, താങ്കൾ രണ്ടാമത്തെ എഡിഷനിൽ അത് മാറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. ഇല്ലില്ല, ഒരിക്കലും മാറിയിട്ടില്ല. ഇപ്പോൾ 22ാമത്തെ പതിപ്പ് കഴിഞ്ഞു, അതിലും അത് തന്നെ ഉണ്ട്. അതുപോലെ മഹേഷിന്റെ പ്രതികാരം എന്ന പടത്തിനകത്ത് താങ്കൾ അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായല്ലോ. അസോസിയേറ്റ് അല്ല, ഞാൻ എൻ്റെ കൂടെ ഇതൊരു പ്രൊമോ സോങ് ഒക്കെ എഴുതിയെന്നേ ഉള്ളൂ. താങ്കൾ പ്രേമനഗരം നമുക്ക് സിനിമയായിട്ട് കാണാൻ പറ്റുമോ? അത് 1-2 സംവിധായകർ ഒരു ഫസ്റ്റ് കോൺട്രാക്റ്റിലാണ് ഉള്ളത്. ചോദ്യം ബിനീഷേട്ടനോട് തന്നെയാണ്. പ്രേമനഗരം എനിക്ക് ഒരാൾ ഗിഫ്റ്റായിട്ട് അയച്ചെന്നതാണ്. അപ്പോൾ പ്രേമനഗരം ഞാൻ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർത്ത ഒരു പുസ്തകമാണ്. ഇപ്പോൾ പറഞ്ഞു പ്രണയത്തിന് ഇന്ന ഒരു ഭാഗം അതിൽ നിന്ന് പോയിക്കൂടെ എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് പ്രണയത്തിന് പരിമിതികൾ ഉണ്ടാവരുത് എന്നാണ്. കാരണം പരിമിതികളില്ലാതെ നമുക്ക് പ്രണയിക്കാൻ എങ്ങനെ കഴിയുമെന്ന് തെളിയിച്ചൊരു എഴുത്തുകാരനാണ് താങ്കൾ. അപ്പോൾ ഈ എഴുതുന്ന സമയത്ത് അതിഗാഠമായ പ്രണയം ഉണ്ടായിരുന്നുവോ? ഗാഠമായ പ്രണയം തീർച്ചയായിട്ടും. പ്രണയിക്കാത്ത മനുഷ്യരാണല്ലോ. നമ്മൾ കള്ളം പറയുകയാണ് പ്രണയിക്കുന്നില്ല ആരും എന്നുള്ളത്. സാഹചര്യം കൊണ്ട് നമ്മൾ പ്രണയം തുറന്നു പറയുന്നില്ല. എല്ലാ മനുഷ്യർക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സകല ചരാചരങ്ങൾക്കും പ്രണയമുണ്ട്, രതിയുമുണ്ട്. ഇത് രണ്ടുമുണ്ട്. പക്ഷേ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഉള്ളിൽ ഒതുക്കി വെക്കുന്നു, മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, ഗാഠമായി പ്രണയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗാഠത പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കാമുകിമാരുടെ എഴുത്തോ അങ്ങനെയുള്ള നമ്മുടെ സ്വകാര്യത എപ്പോഴും സ്വകാര്യതയെ വെക്കുന്നതല്ലേ നല്ലത്. അത് പുറത്ത് വിളിച്ചു പറയുന്നതല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. മറ്റൊന്നുമല്ല, ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട ഒരു കാര്യം തന്നെ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് ഭയങ്കരമായ കൺഫ്യൂഷനുണ്ട്. എന്നാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത്? ഒരുപക്ഷെ നിങ്ങൾ ഈ പുതിയ എഴുത്തുകാർക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പഴയ കാലത്ത് ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആ തരത്തിൽ ചിന്തിച്ച് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ മിനിഞ്ഞാൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി MD വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ വെളിച്ചപ്പാട് ഒരിക്കലും ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കാറുതുപ്പില്ലായിരുന്നു. അതുപോലെ കുന്തി ഒരിക്കലും പിറുപിറുക്കില്ലായിരുന്നു. കൊടുങ്കാട്ടിൽ നിന്ന് അദ്ദേഹം കയറി വന്നു, ചങ്ങല അഴിച്ചിട്ട ചണ്ടമാരുതിനെ പോലെ പേരറിയാത്ത ഒരു കാട്ടാളൻ. അപ്പോൾ കുന്തിയെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ച പഞ്ചപാണ്ഡവ സങ്കല്പത്തെ നേരെ പൊളിച്ചെഴുതിയ ആ ഒരു സങ്കല്പം ഇന്നായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ MD ജീവിച്ചിരിക്കുമായിരുന്നോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എങ്ങനെയാണ് ആപേക്ഷികമാവുന്നത്? ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുകയും അനലൈസ് ചെയ്യപ്പെടുകയും അല്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. എനിക്ക് തോന്നുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് തന്നെ ഒരു അശ്ലീലതയാണ്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല കറക്റ്റ് ആവേണ്ടത്, പൊളിറ്റിക്സ് ആണ് കറക്റ്റ് ആവേണ്ടത്. അപ്പം നമ്മൾ എഴുതുമ്പോൾ ഒരു നൈതികത ഉള്ള എഴുത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്, നൈതികതയുള്ളൊരു വായന ഉണ്ടാവുക എന്നുള്ളതാണ്, നൈതികതയുള്ളൊരു പുസ്തകം ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാരമൊന്നും ഞാൻ എൻ്റെ തലയിൽ സൂക്ഷിക്കാറില്ല. ഒരു എഴുത്തുകാരനും അങ്ങനെ അത്തരത്തിലുള്ളൊരു ആലോചന കൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊപ്പഗാൻഡ വെച്ചുകൊണ്ട് എഴുതുന്ന ആളുകളാണെന്ന് തോന്നില്ല. ഇത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പിന്നെ കാലം നമ്മളെ ചിലതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹിജഡ എന്ന വാക്ക് ഇന്ന് ആരെങ്കിലും എഴുത്തിൽ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഡിസബിലിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡിഫറെൻ്റ് ഏബിൾ ആളുകൾ എന്നുള്ള രീതിയിലാണ് നമ്മളതിന് പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ ടെർമിനോളജി ഒരു പ്രധാന സംഗതിയാണ്. അപ്പോൾ ഈ ടെർമിനോളജിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിൽ വരുന്ന മാറ്റമാണ്. അത് നമ്മളിതൊന്നും ശരിയല്ല എന്ന് ഒരു തലമുറ കഴിയുമ്പോൾ പുതിയ തലമുറയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന മാറ്റം കൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു മാറ്റം വരുമ്പോൾ അത് പഴയ ആളുകൾ അങ്ങനെ എഴുതിയിരുന്നല്ലോ, ആ കാലത്തെ സെൻസിബിലിറ്റിക്കും ആ കാലത്തെ നൈതികതയ്ക്കും ആ സമൂഹത്തിൻ്റെ സാമൂഹികമായ ഓർമ്മകൾക്കും അനുസൃതമായിട്ടുള്ള എഴുത്തായിരിക്കും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ചെയ്തിട്ടുണ്ടാവുക. അതേ ആളുകൾ പിന്നെ ഈ സെൻസിബിലിറ്റി മാറുമ്പോൾ, പുതിയ വേൾഡ് ഓർഡർ മാറുമ്പോൾ, നമ്മുടെ അൽഗോരിത്തിൻ്റെ പൊളിറ്റിക്സ് മാറുമ്പോൾ ഒക്കെ അത്തരത്തിലുള്ള ടെർമിനോളജികൾ ഉപേക്ഷിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് ഒരു ക്രൂരനായ ഒരാളെ കുറിച്ച് ഇപ്പോൾ ഞാൻ നയനമ്മ പെരേറ്റ എഴുതിയ സമയത്ത് ഞാൻ ഗാന്ധിക്ക് കൊടുത്ത അതേ റെസ്പെക്റ്റ് തന്നെയാണ് നമ്മൾ ലിറ്ററലി ഗോഡ്സേക്ക് കൊടുക്കുന്നത്. കാരണം അദ്ദേഹം ഒരു ക്രൂരനായിട്ടുള്ള ഒരാളാണ്, രാഷ്ട്രപിതാവിനെ കൊന്നൊരാളാണ് എന്നുള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ആ മനോവ്യാപാരങ്ങളെ കൃത്യമായി പൊളിറ്റിക്കലി അടയാളപ്പെടുത്തുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ബാലൻസ് ഞാൻ എഴുത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ ക്യാരക്ടർ പരാജയപ്പെടുകയാണ്, ആ ഒരു കാലം പരാജയപ്പെടുകയാണ്. ഞാൻ ആ കാലത്തെ അടയാളപ്പെടുത്തുമ്പോൾ ആ കാലത്തെ നൈതികത, ആ ആൾ അന്ന് എങ്ങനെയാണോ പെരുമാറിയത് അദ്ദേഹത്തിൻ്റെ അതേ സ്വഭാവ സവിശേഷതകൾ ഈ കഥാപാത്രത്തിലൂടെ പ്രകടിപ്പിക്കാനായിട്ട് പഴയ കാലം കൂടി
വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇന്നത്തെ രീതിയിലുള്ള ഒരു കാര്യം, ഒരു ഭാരം ഞാൻ തലയിൽ എടുത്തു വെച്ച് അത്തരത്തിലുള്ളൊരു ക്യാരക്ടറിനെ പുതിയ കാലത്തിന് വേണ്ടി നിർമ്മിച്ചാൽ ആ ക്യാരക്ടറിനോട് ഞാൻ ചെയ്യുന്ന അനീതിയായി പോകും. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് എഴുത്തുകാരുടെ ഒരു സമസ്യയായിട്ട് എഴുതുന്ന സമയത്ത് കൊണ്ടു നടക്കണം എന്നുള്ളൊരു താല്പര്യക്കാരനല്ല ഞാൻ. കാരണം അത് വഴിയിൽ അത് വായനക്കാരോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ടെർമിനോളജിക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ടെർമിനോളജി തന്നെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നൊരു കാലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഗാന്ധി മരിച്ച സമയത്ത് തന്നെ ഗാന്ധി ഉപയോഗിച്ചിരുന്ന കുറേ ടെർമിനോളജികൾ ഗാന്ധിയെ വധിക്കാൻ ഉപയോഗിച്ച അതേ പ്രത്യയശാസ്ത്രം ഹൃദയത്തിലേറ്റി നടന്ന ആളുകളൊക്കെ അത് കൊണ്ടു നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഗോൾവാൾക്കറിനെ പോലുള്ള ആളുകൾ ഗാന്ധി മരണത്തിന് ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ ഉടനീളം ഗാന്ധി ഉപയോഗിച്ച ടെർമിനോളജികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നത് ഇതൊരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരാം, അല്ലാതെയൊക്കെ വരാം. അപ്പോൾ എഴുത്തിൽ സത്യത്തിൽ നമ്മളൊരു നിഷ്പക്ഷത പുലർത്തിക്കൊണ്ടാണ് എഴുതുന്നത്. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയോളജി ഉണ്ടാവും, ഒരു മാനവിക ബോധം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഒരാളിൽ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അയാൾ എഴുതുന്ന കൃതിയിലെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മളെ പൊളിറ്റിക്സ് നമ്മൾ കറക്റ്റാക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത്. അത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി ഒരു പുസ്തകം എഴുതി കളയാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് കളയാം എന്നുള്ള ധാരണയോടുകൂടി അല്ല സത്യത്തിൽ എഴുതുന്നത്. അത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നമ്മൾ സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുത്ത സാമൂഹ്യമായ ഓർമ്മകളുണ്ടാവാം, ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, നാം ഇടപെട്ട മനുഷ്യർ നമുക്ക് തന്ന വെളിച്ചമുണ്ടാവാം. ഇങ്ങനെയുള്ള പല സംഗതികൾ ഒരാളുടെ ഉള്ളിൽ ഉരുകി ഉറയ്ക്കുമ്പോഴാണ് അദ്ദേഹം എഴുതാനായിട്ട് തയ്യാറാവുന്നത്. അങ്ങനെയുള്ള ഒരു അസറ്റ് ഒരാളുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള എഴുത്തിലേക്ക് വരുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോഴാണ് നമുക്ക് എഴുതാനുള്ള ഒരു ആർജവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു ഭാരം അല്ലെങ്കിൽ അത് എഴുതിയാൽ ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നും ഒരു എഴുത്തുകാരൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു വിചാരക്കാരാണ് ഞാൻ. അങ്ങനെ ഉണ്ടായാൽ ആ എഴുത്ത് വഴിതെറ്റിപ്പോകും. എൻ്റെ ചോദ്യം വിനോദേട്ടനോടാണ്. ഞാൻ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർത്ത ചുരുക്കം ചില പുസ്തകങ്ങളിലൊന്നാണ് നയനമം പരേറ്റ. അതായത് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയെ നായകനാക്കി എഴുതിയ, അതേപോലെ ഗോഡ്സെയുടെ ചിന്താഗതിയിൽ വരുന്ന ഒരു പക്തൻ ചെറുപ്പക്കാരെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലേക്കും, അത് എസ്പെഷ്യലി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സമൂഹം നേരിടുന്ന അതേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രീതിയിലൂടെയാണ് സാർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എഴുതുമ്പോൾ ഇന്നത്തെ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുമെന്ന്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി ഇത്രയേറെ ഒരു നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളൊരു ഇതിലൂടെയാണ് എഴുതിയത്. നമ്മൾ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഴുതുമ്പം അങ്ങനെ ആ പുസ്തകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എഴുതുന്ന ആ നിമിഷമോ പുസ്തകം എഴുതി കഴിഞ്ഞ ശേഷമോ നമ്മൾ ആലോചിക്കാറില്ല. കാരണം ഇത് ഒരു ഭാവിയെ നിർമ്മിക്കാനുള്ളൊരു പദ്ധതിയാണ് സാഹിത്യം എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സത്യത്തിൽ സാഹിത്യം എഴുതുന്നത്. അത് ആളുകൾ സ്വീകരിക്കാം, വായിക്കപ്പെടാതിരിക്കാം, അത് എൻ്റെ വിഷയമല്ല. കാരണം എഴുതുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ താല്പര്യം. അതിൻ്റെ വിൽപ്പനയോ അതിൻ്റെ വായനക്കാരുടെ എണ്ണം കൂട്ടലോ ഒന്നും എഴുത്തുകാരൻ്റെ ജോലിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് ചില സംഗതികൾ ഹിസ്റ്റോറിസൈസ് ചെയ്യേണ്ടത് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുതിയ കാലത്ത് ഇപ്പോൾ ഫാസിസം നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു മുമ്പ് വളരെ സെക്യുലർ ഫാബ്രിക്കായി ഉണ്ടായിരുന്നൊരു സ്ഥലം പെട്ടെന്ന് മറ്റൊരു ഭൂമികയായി മാറുമ്പോൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ ചില സംഗതികൾ എടുത്ത് പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് ഹിസ്റ്റോറിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് സാഹിത്യത്തിൻ്റെ ഒരു ധർമ്മമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചരിത്രത്തിലെ നൈതികത അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നയനമം പരേറ്റ പോലുള്ള ഒരു നോവൽ എഴുതിയത്. അത് ഒരു സമരമാർഗമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് ആളുകൾ വായിച്ച് ഇവർക്കെതിരെയുള്ള ഒരു റിവോൾട്ട് ആവുമെന്നോ ആഗ്രഹത്തോടു കൂടിയല്ല. അത് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കലാപ പ്രചോദിതമായ ഒരു ആഗ്രഹം കൊണ്ട് എഴുതിയാണ്. പല ആളുകളും അത്തരത്തിലുള്ള കൃതികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാലത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളത് ഒരു കലാവിഷ്കാരം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ ചിത്രകലയിലായാലും പാട്ടിലായാലും ഒക്കെ അത്തരത്തിലുള്ള ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയം പ്രവർത്തിക്കും. അങ്ങനെ രാഷ്ട്രീയം പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള എഴുത്തുകൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പും കേരളത്തിൽ ഇത്തരത്തിലുള്ള വളരെ രാഷ്ട്രീയ മാനങ്ങളുള്ള അനേകം നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 70കളിൽ തന്നെ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നൊക്കെ പറയുന്ന ഒരു ശാഖ തന്നെ മലയാളത്തിലുണ്ടായിരുന്നു. എം സുകുമാരനെ പോലുള്ള ആളുകൾ, UP ജയരാജനെ പോലുള്ള ആളുകളൊക്കെ അത്തരത്തിലുള്ള ഇപ്പോൾ കോവിലിൻ്റെ റാ പോലുള്ള കഥകളൊക്കെ നമ്മൾ ഇന്നെടുത്ത് വായിക്കുമ്പോൾ അത് എന്തുമാത്രം
ഇന്നത്തെ കാലത്തോട് ചേർന്ന് വായിക്കാവുന്ന ഒരു കഥയാണ്, എത്ര പുത്തൻ കഥയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ ഈ ലോകത്തെല്ലായിടത്തും തന്നെ സാഹിത്യത്തിൽ ഇത്തരത്തിലുള്ള സംഗതി നടന്നു. ഇപ്പോൾ അസ്തൂറിയാസിനെ പോലുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ദ പ്രസിഡന്റ് പോലുള്ള കൃതികൾ അത് ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന് വായിക്കുമ്പോൾ അത് ഒരു മോദി റെജിമിനെതിരെയുള്ളൊരു കൃതിയായിട്ട് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കൃതികൾ ആ കാലത്തെ മാത്രമല്ല ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന, ഫാസിസം നിലനിൽക്കുന്ന, മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്ന എല്ലായിടത്തും ഇത്തരത്തിലുള്ള സാഹിത്യം വീണ്ടും വീണ്ടും പുതിയതുപോലെ വായിക്കപ്പെടും. അസ്തൂറിയാസിൻ്റെ ദ പ്രസിഡന്റ് പോലുള്ള നോവൽ അത്തരത്തിലുള്ള ഒന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ആ കാലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി അതാത് കാലത്തെ ആളുകൾ ഇത്തരത്തിലുള്ള കൃതികൾ എഴുതാനുള്ള ഒരു പ്രേരണ അവർക്കുണ്ടാവും. അത് കാലം കൊടുക്കുന്നതാണ് അവർക്ക്. താങ്ക് യു. ചരിത്രത്തെ മാത്രമല്ല ഭാവിയെ കൂടി അടയാളപ്പെടുത്തുന്നതാണ് എഴുത്തുകാരൻ്റെ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എനിവേ എല്ലാവർക്കും താങ്ക് യു.